23 പ്രോഡക്റ്റുകൾ ന്യൂട്രിചാർജിനുണ്ട്. അതിൽ വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റിയതും ഒരു കാലത്ത് ഇത് വന്ന സമയത്ത് ഒരു വലിയ തിരമാല സൃഷ്ടിച്ചതുമാണ് ഈ പ്രോഡക്റ്റ്. കാരണം ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതായത് വൈദ്യശാസ്ത്രപരമായി തെളിയിക്കപ്പെട്ടത് കുട്ടികൾക്ക് കൊടുക്കാനുള്ളത്, അത് മാത്രമല്ല പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മരുന്ന് കൊടുത്തിട്ടും ഇൻഹേലർ കൊടുത്തിട്ടും മാറാത്തതും കുട്ടികളെ ആരോഗ്യത്തിൽ നിന്ന് അനാരോഗ്യത്തിലേക്കും പിന്നെ അനാരോഗ്യത്തിൽ നിന്ന് അനാരോഗ്യത്തിലേക്കും കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ വിൽക്കപ്പെടുകയും ചെയ്യുമ്പോൾ മഴക്കാലത്ത് ഹോസ്പിറ്റലിൽ പ്രത്യേകിച്ച് പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റിന്റെ മുമ്പിൽ അതിഭീകരമായിട്ടുള്ള പേരൻസിന്റെ ക്യൂ കുട്ടികളെയും വെച്ചിട്ടുള്ളത്. സ്കൂൾ മഴക്കാലത്ത് തുടങ്ങുമ്പോൾ സ്കൂൾ പോകുന്നത് കുറവും വീട്ടിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നത് കൂടുതലും ആയിക്കൊണ്ടിരുന്ന ഒരു കാലം. ആ സമയത്ത് ന്യൂട്രിചാർജ് കിഡ്സ് വന്നു. ഇതൊരു റെവല്യൂഷൻ തന്നെ ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇത് വന്നതിന് ശേഷം കുട്ടികൾക്ക് കൊടുത്ത ആൾക്കാർക്ക് എല്ലാം അറിയാം. ഇപ്പൊ നേരത്തെ സുധാകരൻ സാർ പറഞ്ഞൊരു വലിയൊരു കഥ തന്നെ, റിയൽ നാച്ചുറൽ സ്റ്റോറി. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കറിയാം. അങ്ങനത്തെ പല പല കഥകളും പാരൻസുകൾക്ക് പറയാനുണ്ടാവുമായിരിക്കും. അതോടെ ചരിത്രം സൃഷ്ടിക്കപ്പെട്ടു. കുട്ടികൾ അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും അസുഖം പിടിപ്പെടുന്ന ആൾക്കാരല്ലാതെയായി മാറി. അതിന് ഏറ്റവും വലിയ കാരണം എന്താ? ഇത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാൻ വളരെയധികം സഹായിച്ചു എന്നുള്ളതല്ലേ എൻ്റെ അർത്ഥം. ഇപ്പൊ നമ്മൾ PVMFO എന്നൊക്കെ പറയാറുണ്ട്. യു ടേക്ക് PVMF, എല്ലാ ദിവസവും PVMFO കഴിക്കും നമ്മൾ പറഞ്ഞു. ന്യൂട്രിചാർജ് പ്രോഡക്റ്റ്, ന്യൂട്രിചാർജ് വെജ് ഒമേഗ, ന്യൂട്രിചാർജ് മാൻ, ന്യൂട്രിചാർജ് വിമൻ, ഇതൊക്കെ കഴിച്ചിട്ട് PVMFO കഴിക്കും നമ്മൾ പറയാറുണ്ട്. കുട്ടികൾക്കുള്ള PVMFO ആണ് സുഹൃത്തുക്കളെ നിങ്ങൾ മുമ്പിൽ കാണുന്നത്, ന്യൂട്രിചാർജ് കിഡ്സ്. ഇത് ആദ്യമായി ലോഞ്ച് ചെയ്തപ്പോൾ ഒരു ടേസ്റ്റിലാണ് വന്നുകൊണ്ടിരുന്നത്, അതാണ് ചോക്ലേറ്റ്. പിന്നീട് അത് ഒരു ടേസ്റ്റിലും കൂടി വന്നു, അതാണ് മാംഗോ. അങ്ങനെ 2 ടേസ്റ്റിലാണ് ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഇത് 2 ആയി എന്നുള്ളത്. ഓക്കെ, 2 ആവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന്, കുട്ടികൾക്ക് എന്തായാലും ടേസ്റ്റ് വളരെ ഫാക്ടറാണ്. ഇപ്പൊ നമുക്ക് മുതിർന്ന ആൾക്കാരോട് പറയുന്ന പോലെ, അതായത് നോക്കൂ, ഇതൊന്നും കഴിക്കരുത് കേട്ടോ, ഇത് കഴിച്ചാലേ ആരോഗ്യം ഉണ്ടാകത്തുള്ളൂ, അതുകൊണ്ട് ഇങ്ങനെ കഴിക്കണം, അങ്ങനെ കഴിക്കണം, ഇത് കുറയ്ക്കണം, അത് കൂട്ടണം എന്നൊക്കെ പറയാൻ അത് നമുക്ക് മുതിർന്നവരോട് പറയാം. മുതിർന്നവരോട് പറഞ്ഞാൽ തന്നെ കാര്യമായിട്ട് നടക്കാറില്ല എന്നുള്ളതാണ്. കാരണം ആ സ്വഭാവം അല്ലെങ്കിൽ ആ ഹാബിറ്റ് മാറാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ കൊച്ചു കുട്ടികളുടെ കാര്യം എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അവർക്ക് എന്തായാലും ഒരു സ്വാദ് ഈസ് എ ഫാക്ടർ. അപ്പൊ കുറച്ച് സ്വാദിഷ്ടവും ആയിരിക്കണം. അപ്പൊ ടേസ്റ്റ് മാറി 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 കൊടുക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു ഇത്. രണ്ടാമത്തത്, ന്യൂട്രിചാർജ് കിഡ്സ് മാംഗോ വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം. നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരുന്നത് ഇതോട് ഇനിയിപ്പം മൂന്നാമത്തത് എന്തെങ്കിലും വേറെ ഒരു ഇതിൽ വരാൻ സാധ്യതയില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരുപക്ഷെ വന്നേക്കാം. പക്ഷേ ഇവിടെ ന്യൂട്രിചാർജ് കിഡ്സ് മാംഗോ ആയിട്ട് വന്നതിന്റെ കാരണം ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയാം. നിങ്ങൾ വെളിയിൽ പോയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ എത്ര ആണ് കണ്ണട വെച്ച് നടക്കുന്നത്. കണ്ണിന്റെ ആരോഗ്യം വളരെ മോശമായിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇനി പ്രത്യേകിച്ചിട്ട് ഇത് ലോഞ്ച് ചെയ്ത സമയത്തിനേക്കാളും മാരകമാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം 24 മണിക്കൂറും മൊബൈൽ ഫോണ്, അതേപോലെ 24 മണിക്കൂറും ആ TV സ്ക്രീൻ. പണ്ടത്തെ TV സ്ക്രീൻ ഒന്നും അല്ലല്ലോ ഇപ്പോൾ. ഇപ്പോഴത്തെ TV സ്ക്രീൻ പ്ലാസ്മ LED സ്ക്രീനുകളാണ്, അതുപോലെ LED ലൈറ്റുകളാണ്. സോ ദ സ്ക്രീൻ ടൈം ഹാസ് ഇൻക്രീസ്ഡ് ലോട്ട്. പിന്നെ കമ്പ്യൂട്ടർ, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളാണ് കുട്ടികളുണ്ടാകുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, അപ്പൊ ഇതെല്ലാം കൂടി വെച്ചുമ്പോഴേക്കും സ്ക്രീൻ ടൈം ഇസ് വെരി വെരി ഹൈ. അപ്പൊ സ്ക്രീൻ ടൈം വളരെ ഹൈ ആകുമ്പോഴേക്കും കണ്ണില് അത്രയധികം ദോഷങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കുട്ടികളെല്ലാം കണ്ണടയിലാണ്. അതുകൊണ്ട് നമ്മൾ ന്യൂട്രിചാർജ് കിഡ്സ് മാംഗോ ഇറക്കി. കാരണം ഇതിലുള്ള മാംഗോയുടെ പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഫോൺസ മാംഗോയുടെ പൊടിയാണ്. അപ്പൊ മാംഗോ എന്തുകൊണ്ട് ചേർത്തു? മാംഗോയിലെ പൊടിയിൽ അല്ലെ മാംഗോയില് ബീറ്റ കാരറ്റിൻ ഏറ്റവും അധികം ഉള്ളതാണ്. അപ്പോൾ ബീറ്റ കാരറ്റിൻ ഈസ് അബ്സല്യൂട്ട്ലി വണ്ടർഫുൾ ആൻഡ് ഗുഡ് ഫോർ ദി റെറ്റിനാസ് ഹെൽത്ത്. കണ്ണിലെ റെറ്റിന ഉണ്ടല്ലോ, അതിന്റെ ഹെൽത്തിന്. അതുകൊണ്ടാണ് ന്യൂട്രിചാർജ് കിഡ്സ് മാംഗോ വന്നത്. അപ്പോൾ പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ ഏതെങ്കിലും കുട്ടികൾക്ക് കണ്ണ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ദൃഷ്ടി വീക്കാണ്, കണ്ണട ധരിക്കുന്നുണ്ട്, അവർക്ക് എന്തായാലും ന്യൂട്രിചാർജ് കിഡ്സ് മാംഗോ തന്നെ കൊടുക്കണം. ഓക്കെ, ന്യൂട്രിചാർജ് ചോക്ലേറ്റ് പിന്നെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കണ്ണ് സംബന്ധമായ പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് അങ്ങനെ മാറി മാറി കൊടുക്കാം, അങ്ങനെയാണ്. പക്ഷേ ഇത് കുട്ടികൾക്ക് മാത്രമാണോ അങ്ങനെ ചോദിച്ചാൽ അതുമല്ല. ആക്ച്വലി ഇപ്പം ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ അത് പറയത്തുള്ളൂ കേട്ടോ. സാധാരണ പ്ലാറ്റ്ഫോമിൽ നമ്മൾ വളരെ ഒരു ഡിസിപ്ലിൻ ആയിട്ട് പറയും. പക്ഷേ ഇവിടെ ഞാൻ ഇവിടെ ഡിസിപ്ലിൻ ആയിട്ട് സംസാരിക്കുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് ഒരു ലീനിയൻസി ഒക്കെ ഉണ്ട്, കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്യാൻ പറ്റും. കാരണം നമ്മളുടെ എക്സ്പീരിയൻസ് കൊണ്ട് കിട്ടിയ റിസൾട്ടുകൾ നമുക്ക് വഴിതിരിച്ച് വിടാൻ പറ്റും. പക്ഷെ ചില സ്ഥലങ്ങളിൽ നമ്മൾ എന്താണോ അവിടെ അത് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ കിഡ്സ് എന്ന് പറയുന്നത് നോളജ്, ദെൻ ഇന്റലിജൻസ്, ദെൻ ഡെവലപ്മെന്റ് ആൻഡ് സ്ട്രെങ്ത് എന്നൊക്കെ പറയുന്നതാണ് അല്ലെ. അതുകൊണ്ട് ഇമ്മ്യൂണിറ്റി എന്ന് പറയാം. നോളജ് ഉള്ള സമയം പിന്നെ ഇന്റലിജൻസ് വേണ്ട ആവശ്യമില്ല, ഇമ്മ്യൂണിറ്റി. സോ കിഡ്സ് അതാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും വേണ്ട കാര്യമാണ്. നോളജ് എല്ലാവർക്കും വേണം അല്ലെ, ഇമ്മ്യൂണിറ്റി എല്ലാവർക്കും വേണം, പിന്നെ അതേപോലെ തന്നെ സ്ട്രെങ്ത് എല്ലാവർക്കും വേണം. എവറിഥിങ് പീപ്പിൾ റിക്വയർസ്.
അപ്പോൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് തന്നെ അധികം വേണ്ടത്. മുതിർന്നവർക്കുള്ള ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ വിവരത്തിലുള്ള ഡെവലപ്മെന്റ് ആണ്. ശരീരം പിന്നെ ഡെവലപ്പ് ഒന്നുമല്ല ഒരു 22, 23 വർഷങ്ങൾ കഴിഞ്ഞാൽ. അപ്പോൾ ഈ ന്യൂട്രിചാർജ് കിഡ്സ് കൊടുക്കുമ്പോൾ ഇതെല്ലാം കിട്ടും. ഒന്നത്. രണ്ടാമത്തത് അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നം, ദഹന പ്രക്രിയ വളരെ മോശമായിട്ടുള്ള പ്രശ്നം, ശ്വാസതടസ്സം അല്ലെ ശ്വാസം സംബന്ധമായിട്ട് ആസ്മ പോലത്തെ പ്രശ്നങ്ങളുള്ളവർക്ക് അത് ഏത് പ്രായമുണ്ടെങ്കിലും നമുക്ക് ന്യൂട്രിചാർജ് കിഡ്സ് കൊടുത്താൽ വളരെയധികം വ്യത്യാസം വരുന്നുണ്ട്, കണ്ടിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓക്കെ, സോ ദിസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പൊ നമുക്കിനി മുന്നോട്ടേക്ക് കടക്കാം. ഇത് ക്ലിനിക്കലി പ്രൂവൺ ആണ്. പക്ഷേ ഒന്നിൽ മാത്രമാണ് ക്ലിനിക്കലി പ്രൂവൺ അടിച്ചിരിക്കുന്നത്. ന്യൂട്രിചാർജ് കിഡ്സ് മാംഗോയിൽ അടിച്ചിട്ടില്ല. പക്ഷേ ആൾമോസ്റ്റ് സെയിം തന്നെയാണ്. ആകെ വ്യത്യാസം ഒന്നിൽ ചോക്ലേറ്റും ഒന്നിൽ മാംഗോ ആണ്. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻറ്റും സെയിം ആണ്. പക്ഷെ എന്തുകൊണ്ട് ഒന്നിലടിച്ച് ഒന്നിലടിച്ചില്ല എന്നുള്ളത് പുതിയ ആൾക്കാർക്ക് വേണ്ടിയാണ് ഇതൊക്കെ പറയണത്. ന്യൂട്രിചാർജ് കിഡ്സ് ക്ലിനിക്കൽ ട്രയലിന് കൊടുത്ത സമയത്ത് ഒരു പ്രസന്റേഷൻ മാത്രമേ ഉള്ളൂ, അതായത് ന്യൂട്രിചാർജ് കിഡ്സ് ചോക്ലേറ്റ്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കൊടുത്തു, അതിന്റെ ടെസ്റ്റ് കഴിഞ്ഞു, റിസൾട്ട് കിട്ടി, ക്ലിനിക്കൽ പ്രൂവ് കഴിഞ്ഞ് അയച്ചു. രണ്ടാമത്തത് ഒരു 3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ലോഞ്ച് ചെയ്തത്. അപ്പോൾ ആക്ച്വലി അതിലെ ഇൻഗ്രീഡിയൻസ് ആർ സെയിം, ആകെ വ്യത്യാസം ചോക്ലേറ്റ് മാറ്റിയിട്ട് മാംഗോ ആക്കിയതേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് ക്ലിനിക്കലി പ്രൂവൺ. പക്ഷെ നമ്മൾ വളരെ വിശ്വസ്തമായിട്ടുള്ള കാര്യം സത്യസന്ധമായി ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അതിൽ ക്ലിനിക്കലി പ്രൂവൺ ഒന്നും അടിച്ചിട്ടില്ല. പക്ഷേ ദാറ്റ് ഈസ് ഓൾസോ ക്ലിനിക്കലി പ്രൂവൺ ഏതിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് ക്ലിനിക്കലി പ്രൂവൺ ഓൺലി, റൈറ്റ്? ഓക്കെ. പിന്നെ നമ്മളെ കുട്ടികൾക്ക് എല്ലാം നല്ലതേ കൊടുക്കത്തുള്ളൂ. നമ്മൾ കൊണ്ടാവുന്നത് എന്താണോ, ഓക്കെ, വാട്ട് ഓൾ വി ക്യാൻ ഡു ഫോർ അവർ ചൈൽഡ്, അത് ഏറ്റവും നല്ലതേ നമ്മൾ കൊടുക്കത്തുള്ളൂ, റൈറ്റ്? ഇപ്പോൾ കോടീശ്വരനാണെങ്കിൽ ആ ലെവലിൽ കൊടുക്കും, ലേശം താഴെ ആണെങ്കിൽ ആ ലെവലിൽ കൊടുക്കും. പക്ഷെ എന്നാലും നമുക്ക് വേണ്ടിയൊന്നും ചിലവാക്കിയിട്ടില്ലെങ്കിലും കുട്ടികൾക്ക് വേണ്ടി മാക്സിമം നല്ലതേ കൊടുക്കത്തുള്ളൂ, നമ്മളെ കൊണ്ടാവുന്നത്. ഓക്കെ, അതുകൊണ്ട് ഫ്യൂച്ചർ നന്നാവണം. കാരണം ഇപ്പൊ ഞാൻ ഇപ്പോൾ ഒരു ഈ ലെവലിലാണെങ്കിൽ എൻ്റെ കുട്ടി കുറച്ചും കൂടി ഹൈ ലെവലിലാവണമെന്ന് എല്ലാവർക്കും ചിന്തിക്കും, അല്ലെ? അടുത്ത സ്റ്റേജിലേക്ക് പോകണം എൻ്റെ കുട്ടി, അത്രയും അറിവുള്ളവനായിരിക്കണം, അത്രയും വലിയ ആളായിരിക്കണം എന്നൊക്കെ എല്ലാവർക്കും ചിന്തിക്കും. എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, പേരൻസ് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, പക്ഷേ നമ്മളെല്ലാം നല്ല കൊടുക്കുന്നുണ്ടല്ലോ. സ്കൂൾ നല്ല കുട്ടി ചേർക്കും, പിന്നെ നല്ല നല്ല സാധനം കുട്ടിക്ക് എന്തെല്ലാം എല്ലാം എവറിഥിങ് ഈസ് ഗിവൺ ഇൻ എ വെരി ഗുഡ് വേ. പക്ഷേ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിക്കാൻ ചില സമയത്ത് വിട്ടുപോകാറുണ്ട്. ഇപ്പൊ അത് മാറിയിട്ടുണ്ട് എന്തായാലും, പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ എന്തായിരുന്നത് അതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ആ കുട്ടിക്ക് ആരോഗ്യമില്ലെങ്കിൽ ഇതൊക്കെ വേസ്റ്റ് ആണല്ലോ, ഒരു അർത്ഥമില്ലല്ലോ. അപ്പൊ ആരോഗ്യം വേണമെങ്കിൽ ശരിയായിട്ടുള്ള പോഷകം ഈ വളർന്നു വരുന്ന സമയത്ത് കൊടുക്കണം. നമ്മൾ വീട്ടിലേക്ക് ഒരു ചെടി നട്ടിട്ടുണ്ടെങ്കിൽ അതൊരു ലെവലാകുന്നത് വരെ നമ്മൾ എത്രമാത്രം അതിനെ വളർത്തി കൊടുക്കും, എത്ര സംരക്ഷിക്കും, എത്ര ശുശ്രൂഷിക്കും അതിനെ. അതുപോലെ തന്നെയാണ് നമ്മൾ കുട്ടികൾക്കും ചെയ്യേണ്ടത്. അല്ലാതെ ഒരു ഒരു ചെടി കൊണ്ടുപോയിട്ട് ഒരു നല്ല സ്ഥലത്തങ്ങ് നട്ടു പിന്നെ തിരിഞ്ഞു നോക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് കാണുന്നത്, ഇല്ല. അപ്പോൾ നമ്മളതിനെ ശരിക്കും കണ്ടിന്യൂസ് ആയിട്ട് അതിനെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ ഇവിടെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഒരു ചെടിക്ക് നമ്മൾ വളമെടുക്കുന്നത്, നനയ്ക്കുന്നത്, വെയിലധികം കൊള്ളാതിരിക്കുന്നത്, അങ്ങനെയൊക്കെ സംരക്ഷിച്ച് വളരെ ഒരു വെയിൽ കെട്ടിയിട്ടൊക്കെ വെക്കുന്നത്, അതുപോലെ തന്നെയാണ് ഇവിടെയും വേണ്ടത്. ഈ കുട്ടിക്കും ശരിക്കും ന്യൂട്രീഷൻ കൊടുക്കണം, ശരിക്കും ഹെൽത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം, അങ്ങനെ കുറെ കാര്യം ചെയ്യണം. അപ്പൊ ബാക്കിയെല്ലാം നല്ലത് കൊടുക്കുന്നുണ്ടെങ്കിലും പലവട്ടം പല ആൾക്കാരും മറന്നു പോകുന്നതോ അല്ലെങ്കിൽ അറിയാതെ പോകുന്നതോ ഒരു കാര്യമാണ് ഗിവിങ് ഗുഡ് ന്യൂട്രീഷൻ ടു ദ ചൈൽഡ്. ഓക്കെ, അതുകൊണ്ട് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമുക്ക് ഈ കുട്ടിയോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ കുട്ടി എന്ത് പറയുന്നോ അത് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് പിന്നീട് ചില സമയത്ത് ഇപ്പോഴത്തെ കാലത്ത് കേട്ടോ, പഴയ കാലത്തൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാം നമുക്ക് മാർക്കറ്റിൽ ഈ കഴിക്കുന്ന സാധനം, ഈ ചിത്രത്തിൽ കാണിക്കുന്ന സാധനം എല്ലാം ആരോഗ്യത്തിന് നല്ലതല്ല നമുക്കറിയാം. ഓക്കെ, പക്ഷെ എന്താ, എല്ലാ കുട്ടികൾക്കും ഏറ്റവും അധികം ആവശ്യവും ഇഷ്ടവും ഇതാണ്. കാരണം ഇതിന്റെ പരസ്യം വളരെ കൂടുതലാണ്. എല്ലാവരും വെളിയിൽ പോയി കഴിഞ്ഞാൽ ഇതിന്റെ ചിത്രങ്ങളെ കാണാറുള്ളൂ. ആൾക്കാർ ചെറിയ ചെറിയ കുട്ടികൾ കഴിക്കുന്ന ഇതാണ് കാണുന്നത്. അപ്പോൾ ഈ ജങ്ക് ഫുഡ് പ്രാക്ടീസ് വല്ലാതെ കൂടി പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ വാട്ട് എവർ യു ഡു, ഈ ഒരു പ്രാക്ടീസിൽ നിന്ന് അവരെ പതുക്കെ പതുക്കെ കൊണ്ടുവരണം. പക്ഷെ പോഷകങ്ങൾ കുറവും ജങ്ക് ഫുഡ് കഴിക്കുന്നത് കൂടുതലും ആകുന്നത് കൊണ്ട് ആരോഗ്യത്തിലേക്ക് വരിക എന്നുള്ളത് ചില സമയത്ത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഈ ജങ്ക് ഫുഡിലൊന്നും ന്യൂട്രീഷൻ ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയില്ല. പിന്നെ ഈ ചിത്രം നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലായി, ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്താ ഈ കഴിക്കുന്നതൊക്കെ നമുക്കറിയാം. പക്ഷെ ഈ പറയുന്ന പ്രോഡക്റ്റുകൾ, ഈ കാണിച്ച പ്രൊഡക്റ്റുകൾ കഴിക്കുമ്പോഴാണ് ആ എക്സ്പ്രഷൻ കുട്ടികൾ കാണിക്കത്തുള്ളൂ. കണ്ടില്ലേ എന്താ എക്സ്പ്രഷൻ കുട്ടികളുടെ അപാര എക്സ്പ്രഷൻ ഉള്ളത്. പക്ഷെ ആ സ്ഥലത്ത് ബാക്കി എന്തെങ്കിലും കൊടുക്കുമ്പോൾ ആകെ എക്സ്പ്രഷൻ മാറുമെന്നുള്ളൂ. പക്ഷെ അതിലേക്ക് നമ്മൾ ഒരു വലിയ കാര്യം ചെയ്യേണ്ടതാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഇങ്ങനത്തെ കൊടുക്കുമ്പോൾ അതിനെപ്പറ്റി പറഞ്ഞെല്ലാം കൊടുത്ത് കുട്ടികളെ കഴിപ്പിച്ച് തുടങ്ങിയാൽ പിന്നീട് അവർ കഴിച്ചു. പക്ഷെ ആദ്യം തന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി നമ്മളെ മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ പിന്നെ കുട്ടിക്ക് തോന്നിയില്ല എന്തോ വിശ കണ്ടത്. അതുകൊണ്ട് നല്ല സാധനത്തിന് ചില സമയത്ത്, ആരോഗ്യം തരുന്ന സാധനങ്ങൾക്ക് ചില സമയത്ത് ടേസ്റ്റ് ഈ പറഞ്ഞ സാധനങ്ങൾ ഉള്ള പോലെ ഒന്നും ഉണ്ടാവില്ല. കാരണം ഇതിലൊക്കെ ടേസ്റ്റ് എൻഹാൻസർ അടിച്ചു കയറ്റിയാണല്ലോ, എന്നാലല്ലേ വീണ്ടും വീണ്ടും ഇത് മേടിക്കത്തുള്ളൂ. പക്ഷെ നമ്മളൊക്കെ ഈ നല്ല സാധനത്തിന്
ടേസ്റ്റ് കുറവായിരിക്കുമല്ലോ. അങ്ങനെയാണല്ലോ ആരോഗ്യം തരുന്ന ന്യൂട്രീഷൻ പോലത്തെ സംഭവങ്ങൾക്കൊക്കെ. കാരണം അത് പണ്ടാരും പറഞ്ഞിട്ടുണ്ട്, വയറിന് ഇഷ്ടമുള്ളത് നാക്കിന് ഇഷ്ടപ്പെടത്തില്ല, നാക്കിന് ഇഷ്ടപ്പെട്ടത് വയറിന് ഇഷ്ടപ്പെടത്തില്ല എന്നുള്ള സിറ്റുവേഷൻ. അതുകൊണ്ട് ജങ്ക് ഫുഡ് ഒഴിവാക്കുക, ഇങ്ങനത്തെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. കാരണം ഇതിലൊന്നും പോഷകങ്ങളില്ല എന്ന് പറയാം. പക്ഷെ കൂടുതൽ കഴിച്ചു പോകുന്ന കുട്ടികൾ ഇതാണെങ്കിൽ അതാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്, റൈറ്റ്? അങ്ങനെ ആവുന്നത് കൊണ്ട് എന്താ സംഭവിക്കുക? ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ചെറുപ്രായത്തിൽ തന്നെ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരിക എന്നുള്ളതാണ്. ഇതൊക്കെ അനുഭവിച്ച ആൾക്കാർ തന്നെയായിരിക്കും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരെല്ലാം അറിയുന്ന ആൾക്കാരായിരിക്കും ഇതൊക്കെ, അല്ലേ? അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരിക, അസുഖം വന്നാൽ പെട്ടെന്ന് മാറാത്ത വിധം അസുഖം, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുക. ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത് ഒരു വലിയ മാറാത്ത അസുഖമോ അല്ല മാരക രോഗം കൊണ്ട് മാത്രമൊന്നല്ല, അതൊരു വേറൊരു കാര്യമാണ്, വേറെ കാര്യം നിങ്ങൾക്ക് അറിയുന്ന കാര്യം. അതുകൊണ്ട് അഡ്മിറ്റ് ആയതുകൊണ്ടല്ല, പക്ഷെ അസുഖമാവാതെ നോക്കണം. ദാറ്റ് ഈസ് വാട്ട് ഈസ് റിക്വയർഡ്. പിന്നെ ഫിസിക്കൽ വീക്ക്നെസ്, ശാരീരികമായിട്ട് വല്ലാത്ത ക്ഷീണമായിരിക്കും. അതുകൊണ്ട് പഠിക്കുന്ന കുട്ടിയാണേ പഠിക്കാൻ പറ്റത്തില്ല, കാരണം ക്ഷീണമാണ്. അപ്പോൾ രാവിലെ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും വല്ലാത്ത ക്ഷീണമായിരിക്കും, ഉറക്കം തൂങ്ങും. ചില സമയം നമ്മൾ വളരെ ബുദ്ധിമുട്ടിച്ചിട്ട് രാത്രി കുറച്ചു നേരം പഠിപ്പിച്ചിട്ട് ഉറക്കത്തിന് ഇച്ചിരി വ്യത്യാസം വന്നിട്ട് സ്കൂളിൽ പോയിട്ട് ക്ലാസ്സിൽ കിടന്നുറങ്ങും. അപ്പോൾ ഇതൊക്കെ കാരണം എന്താ? ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയുടെ കാരണം തന്നെയാണ്. ഓക്കെ. പിന്നെ ഇൻട്രസ്റ്റ് ഒന്നും കാണത്തില്ല, വെറും പഠിപ്പിൽ മാത്രമല്ല ഒരു കാര്യം ചെയ്യാൻ ഇൻട്രസ്റ്റ് കാണത്തില്ല. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒന്ന് ചടഞ്ഞിരിക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ. പഠിക്കാൻ ഇഷ്ടമുണ്ടോ? എന്നാ ഇല്ല. എന്നാൽ കളിക്കാൻ ഇഷ്ടമുണ്ടോ? അതുമില്ല. എന്നാൽ പിന്നെ എന്തെങ്കിലും വേറെ ചെയ്യാൻ ഇഷ്ടമുണ്ടോ? അതൊക്കെ ചില സമയത്ത് ഇഷ്ടപ്പെടുന്ന സാധനം അത്ര ആരോഗ്യപരമായിട്ടുള്ളതാണ് ആയിരിക്കില്ല. അപ്പൊ നമുക്ക് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനത്തെ വല്ലാത്തൊരു വിഷയ സൈക്കിളിന്റെ അകത്ത് കുടുങ്ങി പോവുക ചെയ്യുന്നത് കുട്ടികളും ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കൊടുത്താൽ, ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം കൊടുത്താൽ ആ ഭക്ഷണം പോലും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. കാരണം അവർക്ക് ആ ജങ്ക് ഫുഡിനോടുള്ള ആസക്തി വല്ലാതെ കൂടി പോയിട്ടുണ്ട്. അപ്പൊ അതായിരിക്കും പറയാ, എനിക്കത് മതി, ഇതൊന്നും വേണ്ട എന്നൊക്കെ പറയും. അപ്പൊ ഇങ്ങനെയാകുമ്പോൾ ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ലാതെയാവും. അങ്ങനെയാകുമ്പോൾ വളരേണ്ട പ്രായമാണല്ലോ, വളരേണ്ട പ്രായത്തിൽ ഫിസിക്കൽ ഡെവലപ്മെന്റും ഇല്ലാതെയാവും. അതിൻ്റെ കൂടെ സാധാരണഗതിയിൽ കാണുന്നതിനേക്കാൾ അപ്പുറത്ത് പല പല തരത്തിലുള്ള പ്രശ്നങ്ങളും കണ്ടു തുടങ്ങും. ഓക്കെ. ഏറ്റവും ബേസിക് കാര്യം എന്താണ്? വേണ്ടത്ര പോഷകം ആ വളരുന്ന സമയത്ത് കുട്ടികൾക്ക് വേണ്ടത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. ഫിസിക്കൽ ഡെവലപ്മെന്റ് ഉണ്ടാവില്ല, മെന്റൽ ഡെവലപ്മെന്റ് ഉണ്ടാവില്ല, അങ്ങനെ പലതും. ഓക്കെ. മസിൽസ് ഉണ്ടാവില്ല, എല്ലിന് ബലമുണ്ടാവില്ല. യു കൻ സീ ദാറ്റ്. പിന്നെ അങ്ങനെയൊക്കെയുള്ള ക്ഷീണമുള്ള കുട്ടികളും ഉറക്കം തൂങ്ങുന്ന കുട്ടികളും പിന്നെ പരീക്ഷയിൽ വിജയിക്കാത്ത കുട്ടികൾ, അല്ലെങ്കിൽ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കുട്ടികൾ, കളിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കുട്ടികൾ എല്ലാം ആകുമ്പോഴേക്കും ഒരു ചർച്ച നടക്കും കുടുംബമായിട്ട്, പാരൻസ് തമ്മിൽ. അവിടെ സംഭവിക്കുമ്പോൾ അപ്പോഴേക്കും ഒരാൾ പറയും, ഞാനൊരു ഇന്നലത്തെ പരസ്യം കണ്ട് ഞാൻ മേടിച്ചു കൊടുത്തു. അപ്പൊ പരസ്യത്തിന്റെ ആകർഷണം. എത്ര പൊടികളാണ് പരസ്യത്താൽ വിൽക്കപ്പെടുന്നത്. മാർക്കറ്റിൽ നോക്കി പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അരമണിക്കൂർ വേണ്ടിയും അത്രയും ടിന്നുകൾ കാണാം നിങ്ങൾക്ക്. അത് മെഡിക്കൽ ഷോപ്പ് വഴി പോലും വിൽക്കുന്നുണ്ടെന്നുള്ളതാണ് കേട്ടോ. സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. മെഡിക്കൽ ഷോപ്പ് പോലെ അത് കാണാം നിങ്ങൾക്ക്, സൂപ്പർ മാർക്കറ്റ് പോലെ കാണാം, ഗ്രോസറി ഷോപ്പിൽ പോലെ കാണാം. യു ക്യാൻ സീ ഇറ്റ് എവറിവെയർ. എവിടെ പോയാലും കാണാം ഈ ടിന്നുകളും പൊടികളും. അതിലെ പരസ്യം കൊടുക്കുന്നതാരാ? ഏറ്റവും അധികം ജനങ്ങൾക്ക് ഇഷ്ടമുള്ള കഥാപാത്രമാണ് വരിക. പ്രത്യേകിച്ച് കുട്ടികൾക്കാണെങ്കിലും കുട്ടികൾക്ക് ഇഷ്ടമുള്ള കളി, മറ്റേ കായിക താരങ്ങൾ, സ്പോർട്സ് പേഴ്സണാലിറ്റി ഒക്കെ വരിക. അപ്പൊ അവര് വന്നിട്ട് ഇതാണ് എൻ്റെ ആരോഗ്യത്തിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുമ്പോൾ നാച്ചുറലി എനിക്കത് മതി അമ്മേ എന്നായിരിക്കും ആദ്യം കുട്ടി പറയാം. അമ്മേ കേട്ടോ, ഇതാണ് എനിക്ക് നാളെ തൊട്ട് വരണ്ട കേട്ടോ എന്ന് പറയും. അപ്പൊ പിന്നെ നമുക്ക് ഓക്കെ, എന്നാൽ എന്തെങ്കിലും ഒന്ന് കഴിക്കുമല്ലോ എന്ന് ചോദിച്ചാൽ അത് കൊടുക്കും. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, ഈ സപ്ലിമെന്റ്സ് മാർക്കറ്റിൽ കാണുന്ന സോ കോൾഡ് സപ്ലിമെന്റ്സ് കേട്ടോ, സപ്ലിമെന്റ്സ് അല്ലത്. ഓക്കെ. പണ്ട് ഇതിനെ ഹെൽത്ത് ഡ്രിങ്ക് എന്നൊക്കെ എഴുതിയതായിരുന്നു, ചിലതിൽ ന്യൂട്രീഷൻ ഡ്രിങ്ക്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഗവൺമെന്റ് അവസാനം പറഞ്ഞു അതൊന്നും എഴുതാൻ പാടില്ല. ഇതെല്ലാം ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളാണ്, ടേസ്റ്റ് ഉണ്ടാക്കിയിട്ട് എന്തൊക്കെയോ. ഐ ഡോണ്ട് നോ വൈ ഇതിന്റെ ബാക്കിലത്തെ ഒരു വികാരം എന്താണ്. കാരണം ആരോഗ്യം തരാത്തൊരു സാധനത്തിന് ഇത്രയും പൈസയും കൊടുത്തിട്ട് ജനങ്ങളെ കൊണ്ട് അടിച്ച് മേടിപ്പിക്കുന്നുണ്ട്. വൈ ഇറ്റ് ഈസ് നോട്ട് ബീൻ ബാൻഡ് ഓർ റിമൂവ് ഫ്രോം ദ മാർക്കറ്റ് ആണെങ്കിൽ ഐ ഡോണ്ട് നോ. പക്ഷെ എന്താ, ഉണ്ട് ഇഷ്ടം പോലെ. ഇതിനോട് ആരും ചോദിക്കത്തില്ല കേട്ടോ. അതിൽ എന്തുകൊണ്ട് ചേർത്തു, ഇത് കഴിച്ചാൽ സൈഡ് എഫക്റ്റ് ഉണ്ടോ, ഇത് കഴിച്ചാൽ കിഡ്നി പോകുമോ, ഇത് കഴിച്ചാൽ കണ്ണ് പോകുമോ, ഇത് കഴിച്ചാൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ? നോബഡി ടെൽസ് ഓർ ആസ്ക്സ്, റൈറ്റ്? അപ്പൊ ഈ സപ്ലിമെന്റ്സ്, ഈ പൊടികൾ, അങ്ങനെ വേണമെങ്കിൽ പറയാം, ഈ പൊടികൾ മാർക്കറ്റിലുള്ളത്, ഇതിൻ്റെ അകത്ത് പോഷകങ്ങളുടെ അളവ് വളരെ വളരെ വിരളമാണ്. തീരെ ഇല്ല എന്നല്ല, എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ അതൊന്നും ഒരു വ്യക്തിക്ക് യാതൊരു ഗുണം ചെയ്യത്തില്ല, ഇല്ലാത്തതുപോലെ തന്നെയാണ്. പിന്നെ ഇതിൽ കൂടുതലും പഞ്ചസാരയാണ്. ഈ പ്രായത്തില് ഈ ചെറിയ കുട്ടികൾക്ക് ടേസ്റ്റ് എന്തായാലും ഒരു ഫാക്ടറാണ്.
അതുകൊണ്ട് നമുക്ക് ടേസ്റ്റ് ഇല്ലാതെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും കുട്ടികൾ കുടിക്കില്ല. പക്ഷെ ടേസ്റ്റിന്റെ കൂടെ നോക്കേണ്ടതാണ് ന്യൂട്രീഷണൽ വാല്യൂ അതിലുണ്ടോ നോക്കണ്ടേ. അപ്പോൾ ഷുഗർ ഉണ്ട്, ഷുഗർ എല്ലാത്തിലുണ്ട്. പക്ഷെ ഷുഗർ ഒരു ലിമിറ്റിനേക്കാളും കൂടുതലായി ഉണ്ടെങ്കിൽ അത് ഫ്യൂച്ചറിൽ അത് വല്ലാതെ പ്രശ്നം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഷുഗർ, ചോക്ലേറ്റ്, മിൽക്ക് പൗഡർ, ഇതൊക്കെ ഭീകരം തന്നെയാണ്. ഇതെല്ലാം ഒരുമിച്ചങ്ങ് പോകുമ്പോൾ കുട്ടിയുടെ വളർച്ച, ഡെവലപ്മെന്റിനാവാനുള്ള സാധ്യത വളരെ കുറവായി പോകുന്നു. അതാണ് നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടത്. ഞാൻ ചെറുപ്രായത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ഇന്ത്യയുടെ ക്യാപ്റ്റൻ എനിക്കൊന്ന് സുനിൽ ഗാവസ്കർ ആയിരുന്നു. എനിക്ക് ഓർമ്മ വെച്ചുള്ള കാലത്ത് ഞാൻ പറയുന്നു. ഓക്കെ, ക്രിക്കറ്ററാണ് അധികം ഈ ബൂസ്റ്റിന്റെ പരസ്യത്തിലേക്ക് വരിക. അപ്പൊ അന്ന് സുനിൽ ഗാവസ്കർ വന്നിട്ട് ഒരു ബോളിനെ 6 അടിക്കും. അദ്ദേഹം എനിക്കൊന്ന് ക്രിക്കറ്റ് കളിക്കുന്ന കാലത്ത് ജീവിതത്തിൽ അദ്ദേഹം 6 അടിച്ചിട്ടുണ്ടാവുക 2 3 ഉണ്ടാവും. കാരണം അദ്ദേഹം ഒരു വേറെ സ്പെഷ്യലൈസ്ഡ് ബാറ്റ്സ്മാൻ ആയിരുന്നു. 6 അടിയെല്ലാം വളരെ കുറവായിരുന്നു. പക്ഷെ അദ്ദേഹം ബൂസ്റ്റിന്റെ പരസ്യത്തിലാണ് 6 അടിച്ചത്. അപ്പോൾ 6 അടിച്ചിട്ട് ആ കപ്പ് എടുത്തിട്ട് കാണിക്കും, ഇതാണ് എൻ്റെ ആരോഗ്യത്തിന്റെ ഏറ്റവും വലിയ കാരണക്കാരൻ, ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. അന്ന് ഗാവസ്കറായി, അതിനുശേഷം പിന്നെ കപിൽ ദേവായി, പിന്നെ അങ്ങനെ അസറുദ്ദീനായി, വെങ്സാർക്കറായി, വിശ്വനാഥായി, പിന്നെ അങ്ങനെ അങ്ങനെ കറങ്ങി 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 ഇപ്പോഴത് രോഹിത് ശർമ്മ വരെ എത്തി. ഇപ്പൊ ശുഭ്മാൻ ഗിൽ വന്നിട്ട് ഇപ്പം കുറച്ചേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് അതിലേക്ക് വന്നിട്ടില്ല. മിക്കവാറും നാളെ അദ്ദേഹം വരും. അപ്പൊ എന്തിനു പറയുന്നു, ഇവരെല്ലാം ഇത് കഴിച്ചിട്ടാ വന്നെന്നാ പറയുന്നത്. ഓക്കെ, ഇത് കഴിച്ചിട്ട് ഇവരൊക്കെ ആയത്. ഇതിനെ എത്രമാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റും? കാരണം ഗാവസ്കർ ഇത് കഴിക്കാൻ തുടങ്ങിയത് ഗാവസ്കർ ആയതിനു ശേഷമാണ്. രോഹിത് ശർമ്മ ഇത് കഴിക്കാൻ തുടങ്ങിയത് രോഹിത് ശർമ്മ ആയതിനു ശേഷമാണ്. അപ്പോ ഈ പരസ്യത്തിൽ ആകർഷകരായിട്ട് നമ്മൾ മേടിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് കാശ് കിട്ടുന്നു, നമ്മളുടെ കയ്യിലുള്ള കാശ് പോകുന്നു എന്നുള്ളത്. ഇത് മേടിക്കാനും പോകുന്നു, ഇത് കഴിച്ചിട്ട് അസുഖം വരുമ്പോൾ അത് ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് ഉള്ളതും പോകുന്നു. അതേ ഉണ്ടാകുന്നുള്ളൂ. അവർ കോടിക്കണക്കിന് ഉണ്ടാക്കുന്നു, നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ ആ കോടീശ്വരന്മാർ കൊണ്ടു കൊടുക്കുന്നു. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഈ പരസ്യം നോക്കിയിട്ട് കുട്ടികൾക്ക് ഇനി ഒന്നും മേടിച്ചു കൊടുക്കരുത്, അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണം. അതുകൊണ്ട് ICMR, ഇന്ത്യൻ കൗൺസിൽ ഫോർ ഓഫ് മെഡിക്കൽ റിസർച്ച് ആൻഡ് RDA, WHO, ഒരു RDA നിഷ്കർഷിച്ചിട്ടുണ്ട് പുരുഷന്മാർക്ക്, സ്ത്രീകൾക്ക്, അതുപോലെ കുട്ടികൾക്ക്. അപ്പൊ ആ കുട്ടികൾക്കുള്ള ഇതാണ് RDA ആണിത്. അതിൽ എനർജി, പ്രോട്ടീൻ, ഫാറ്റ്, മിനറൽസ് ഒക്കെ എത്ര വേണം എന്നുള്ളത് ഇത് ഞാൻ മുഴുവൻ പറയാത്തത്. ഇതനുസരിച്ചിട്ടാണ് നമ്മൾ ന്യൂട്രിചാർജ് കിറ്റ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ തല കൊണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ടേക്ക് ന്യൂട്രിചാർജ് കിറ്റ്സ് ആൻഡ് ഗിവ് ടു ദ ചൈൽഡ്. കാരണം അതിലെ RDA എങ്ങനെയാണോ വേണ്ടത് അതുപോലെ തന്നെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിനേക്കാളും ചിലപ്പം കുറവായിരിക്കും. RDA നമ്മൾ കൊടുക്കുന്ന നേരത്ത് കൂടും, അതാണ് അതിന്റെ അർത്ഥം. RDA എന്ന് പറഞ്ഞാൽ റെക്കമെൻഡ് ഡയറ്ററി എലമെന്റ്സ് ആണ്, മിനിമം ലെവൽ. ഓക്കെ, ഒരു വ്യക്തിക്ക് വേണ്ട മിനിമം ലെവൽ. അപ്പോൾ മിനിമം ലെവലാണിത്. ഇത് അല്പം കൂടി കൂടിയാൽ, കുറച്ചും കൂടി അധികം കൂടിയാൽ പ്രശ്നമൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഒരു അപ്പർ ലിമിറ്റും കൂടി ഉണ്ട്. RDA ഒരു മിനിമം ആണെങ്കിൽ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് അത് മാക്സിമം ആണ്. അപ്പോൾ ഇതിന്റെ രണ്ടിൽ നിന്ന് എടുക്കണം. അപ്പോൾ ന്യൂട്രിചാർജ് കിറ്റ്സ് നിങ്ങൾ 2 3 തവണ ഒരു ദിവസം കൊടുത്താലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇൻഫാക്ട് അത് ഗുണകരമായിരിക്കും. ഓക്കെ, പക്ഷെ ഒരു കാര്യം ചെയ്യുക, ആഡ് ഓൺ ഷുഗർ ചേർക്കാതിരിക്കുക, ഇതിൽ ഷുഗർ ചേർക്കാതിരിക്കുക. അതേപോലെ തന്നെ പാല്, എന്താണ് പറയുക, അത് ലേശം ഒഴിവാക്കുന്നല്ലായിരിക്കും. നല്ല പാലെന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാലൊക്കെയാണ്. തേങ്ങാപ്പാലോ അല്ലെങ്കിൽ ആൽമണ്ട്, ബദാം പാലൊക്കെ കലക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. മൃഗങ്ങളുടെ പാല് കലക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നും അവിടെ കാണുന്നില്ല. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അപ്പോൾ വൈറ്റമിൻസിനെ പറ്റിയിട്ടുണ്ട് അങ്ങനെ. അപ്പൊ ഇങ്ങനെ ഇൻഎഡിക്വേറ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടിയുടെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കും. ആ മാറ്റം പിന്നീട് ഒരിക്കലും തിരിച്ച് നമുക്ക് പഴയതുപോലെ കൊണ്ടുവരാൻ പറ്റത്തില്ല. അതാണ് അത് ഇറിവേഴ്സിബിൾ ഓബ്സ്റ്റക്കിൾസ് ആണ്, ഒരു ബാധയാണത്. ഇറ്റ്സ് എ ബ്ലോക്ക്. ആ ബ്ലോക്കിനെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. വൺസ് ദ ബ്ലോക്ക് ഈസ് ബീൻ ഡൺ, അത് ബ്ലോക്ക് തന്നെയാണ്, പിന്നെ അത് മാറ്റാൻ പറ്റത്തില്ല. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ശരിയായ പോഷകതത്വം കുട്ടിക്ക് കിട്ടാത്തത് കൊണ്ട് ആ കുട്ടിയുടെ ജീവിതത്തിൽ, വളർച്ചയിൽ ഇങ്ങനത്തെ ഇറിവേഴ്സിബിൾ ഓബ്സ്റ്റക്കിൾസ് വന്നുപെടും. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, സ്റ്റാഗ്നേഷൻ ഇൻ ലെങ്ത്. അത് കുട്ടി വളരേണ്ട സമയത്ത് വളർച്ച മുരടിച്ചു, അപ്പോൾ പൂർണ്ണതയിലേക്ക് എത്തത്തില്ല. ദ ഹൈറ്റ് ഒരു സ്റ്റണ്ടഡ് ഗ്രോത്ത് ആയി മാറും. ഓക്കെ, അതിനെന്താ കാരണം? ഈ വളരുന്ന സമയത്ത് ഏറ്റവും അധികം വേണ്ടത് പ്രോട്ടീനാണ്. കുട്ടിക്ക് പ്രോട്ടീൻ കിട്ടുന്നുണ്ടോ? ഇല്ല, കിട്ടുന്നില്ല. കാരണം നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ? നമ്മൾ ഈ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ മേടിക്കുമ്പോൾ അതിന്റെ ആ ടിന്നായാലും ശരി, പാക്കായാലും ശരി, അതിൽ ഇൻഗ്രീഡിയൻസ് എഴുതിയിട്ടുണ്ടാവും ബാഗിൽ. അതെല്ലാവർക്കും അറിയുന്ന കാര്യം. ഇപ്പം എല്ലാവരും ന്യൂട്രിചാർജ് ഉള്ളതുകൊണ്ട് അത് നല്ലോണം വായിക്കും. പക്ഷെ ന്യൂട്രിചാർജ് മാത്രം വായിച്ചാൽ പോരാ, മറ്റുള്ളതും വായിക്കണം ഞാൻ പറയുന്നത്. അപ്പോൾ മറ്റുള്ള ഡബ്ബയെ എടുത്തിട്ട് തിരിച്ചു നോക്കിയാൽ അത് ഇൻഗ്രീഡിയൻസ് കാണും. ആ ഇൻഗ്രീഡിയൻസിൽ ഏറ്റവും ആദ്യം ഏതിലായിരിക്കും അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുക. മനസ്സിലല്ലേ? ഏറ്റവും കുറഞ്ഞ അങ്ങനെ ഡിസെൻഡിങ് ഓർഡറിലാണ് പോവുക, താഴോട്ട് പോയി ഏറ്റവും കുറവായിരിക്കും ഏറ്റവും അവസാനം ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ നോക്കണം, പലതിലും ഈ പ്രോട്ടീൻ ഒന്നെങ്കിലും സെൻട്രലായിരിക്കും, അല്ല ഏറ്റവും ടുവേർഡ്സ് ദി ഫേഗ് എൻഡ് ആയിരിക്കും. ഏറ്റവും മുമ്പിലേക്ക് ഉണ്ടാവുക ഷുഗർ, പിന്നെ വീറ്റ്, അതായത് ഗോതമ്പ് പൊടി. അതെ, നല്ല ഗോതമ്പ് പൊടി കിട്ടാണ്ടല്ലോ നമുക്ക്, ചക്കി ഫ്രഷ്. പിന്നെ ഇത് കലക്കി കൊടുക്കണം കുട്ടികൾ. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അപ്പൊ ഇങ്ങനെയുള്ള ചിൽഡ്രൻ
വേണ്ട ആ സമയത്ത് വേണ്ട പ്രോട്ടീൻ്റെ ലഭ്യത കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ വളർച്ചയും ഒഴിച്ചു പോകുന്നുണ്ട്, നമുക്കറിയുന്ന കാര്യമാണ്. ഓക്കെ. പിന്നെ ബ്രെയിൻ ഡെവലപ്മെന്റ്, ബുദ്ധി വളരണമെങ്കിലും ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നല്ല ഫാറ്റൊക്കെ വേണം. പക്ഷെ നമ്മൾ ഫാറ്റൊക്കെ കഴിക്കുന്നുണ്ടാവായിരിക്കും, പക്ഷെ അവിടെ അനാരോഗ്യപരമായിട്ടുള്ള ഫാറ്റാണ് കൂടുതൽ പോകുന്നത്. ഒരു വെണ്ണ, നെയ്യ്, അല്ലേ, ഇതൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യമായിട്ട് ബ്രെയിൻ ടോണിക് എന്ന് പറയുന്നത് പറഞ്ഞാൽ DHA, അതെവിടെയാണ് കൊടുക്കുന്നത്? അത് നമ്മളെല്ലാം ഇതിൽ വന്നതിന് ശേഷമല്ല പല ആൾക്കാരും മനസ്സിലാക്കിയത് DHA എന്നുള്ളത്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം മനസ്സിലാക്കേണ്ടത് DHA എന്ന് പറയുന്നത് ബ്രെയിൻ ഡെവലപ്മെന്റിന് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ആ ഘടന അനുസരിച്ചിട്ട് നമ്മളത് ഉണ്ടാക്കിയിട്ട് പ്രൊഡക്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടി അമ്മയുടെ വയറ്റിലാണെങ്കിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ന്യൂട്രിചാർജ് DHA 200 ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അന്ന് തൊട്ട് കഴിക്കുക 2 നേരം. അപ്പോൾ ആ അമ്മയുടെ വയറ്റിൽ നിന്ന് കുട്ടി അത് വലിച്ചെടുക്കും. അവിടെ ബ്രെയിൻ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലേക്ക് DHA പോയിക്കൊണ്ടിരിക്കും. ബ്രെയിൻ നല്ലോണം ഡെവലപ്പ് ആകും. കാരണം നമുക്കറിയാം 70% ബ്രെയിൻ ഡെവലപ്മെന്റ് അമ്മയുടെ ഉദരത്തിലാണ് നടക്കുക. അപ്പോൾ 70% ബ്രെയിൻ ഡെവലപ്മെന്റ് ആകുമ്പോൾ അത് 70 ആയി തന്നെ ഇരിക്കണ്ടേ. 70% ആവുമ്പോഴേക്ക് 30% ആയി കഴിഞ്ഞാൽ പിന്നെ 40% ഗ്യാപ്പാണ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഗർഭിണികൾ എന്തായാലും ന്യൂട്രിചാർജ് DHA 200 2 നേരം വെച്ച് കഴിക്കണം. പിന്നെ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ന്യൂട്രിചാർജ് കിഡ്സ്, ന്യൂട്രിചാർജ് DHA ട്വിസ്റ്റ്, വേറെയുണ്ട്, എത്ര രസകരമായതാണ് നമുക്ക്. അപ്പൊ ഇതെല്ലാം കൂടി അങ്ങ് വരുമ്പോൾ ബ്രെയിൻ അസാമാന്യമായിട്ടുള്ള ഡെവലപ്മെന്റ് ആയിരിക്കും. ബ്രെയിനും കണ്ണും ഇത് രണ്ടിലും DHA വേണം. അപ്പോൾ അങ്ങനെ അത് ന്യൂട്രിചാർജ് കിഡ്സിലുണ്ട്. ന്യൂട്രിചാർജ് കിഡ്സിൽ DHA ഉണ്ട്. അതിന്റെ കൂടെ നമുക്ക് ന്യൂട്രിചാർജ് DHA ട്വിസ്റ്റ് പൊട്ടിച്ചു കൊടുക്കാം. പിന്നെ 2 വയസ്സ് വരെ കുട്ടി അഥവാ അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്നതാണെങ്കിൽ അമ്മ ഈ DHA കഴിക്കുമ്പോൾ അതിൽ നിന്നും കിട്ടും. അപ്പോൾ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ആ കുട്ടി കിട്ടുന്നത്. ആ ഡെവലപ്മെന്റ് ഒരു സമ്പൂർണ്ണ ഡെവലപ്മെന്റ് ആയിരിക്കും, ഫിസിക്കലി ആസ് വെൽ ആസ് മെന്റലി. അപ്പോൾ ഏതൊരു പാരന്റ്സിന് അത്യാവശ്യമായിട്ട് ഏറ്റവും അധികം ഇഷ്ടം എന്താണ്? എൻ്റെ കുട്ടി ഫിസിക്കലി മെന്റലി ഗംഭീരമായിരിക്കണം. അപ്പോൾ ഇതിനേക്കാൾ നല്ല സ്കോപ്പ് വേറെ എവിടെയാണുള്ളത്? ഓക്കെ. സോ ഇൻടേക്ക് ഓഫ് DHA അത് ബ്രെയിൻ ന്യൂട്രീഷൻ അത്യാവശ്യമാണ്. അപ്പോൾ അത് നമ്മൾ ഇതിനകത്ത്. പിന്നെ ദി ഹൈറ്റ് ഓഫ് മെനി ചിൽഡ്രൻ ഇസ് വെരി ലോ അക്കോർഡിംഗ് ടു ദ ഏജ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ഹൈറ്റ് മാത്രമല്ല, വണ്ണവും കുറവായിരിക്കും. പ്രായത്തിനനുസരിച്ചിട്ടുള്ള നീളമില്ല, പ്രായത്തിനനുസരിച്ചുള്ള തൂക്കമില്ല, പ്രായത്തിനനുസരിച്ചുള്ള വെയിറ്റ് ഒന്നും ഇല്ലാത്ത സിറ്റുവേഷൻ. ഓക്കെ. ഇനി ഇതൊരു വല്ലാത്ത പഠനമാണ് കേട്ടോ, ഭീകരമായ പഠനം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഓരോ വ്യക്തികളും ന്യൂട്രിചാർജ് കിഡ്സ് ഗ്രാസ് റൂട്ട് ലെവലിൽ കൊണ്ടുപോയി പറയണം. കാരണം നിങ്ങൾ നോക്കൂ, ഒരു വിഷയം ജസ്റ്റ് ഗൂഗിളിലേക്ക് അടിച്ചു നോക്കണം. ഒരു മാസം ഈ പറയുന്ന ബൂസ്റ്റ് അല്ലെങ്കിൽ ഹോർലിക്സ് അങ്ങനത്തെ ഡ്രിങ്ക്സ് ഉണ്ടല്ലോ, അതിന്റെ സെയിൽ എത്രയാണെന്ന് നോക്കൂ നിങ്ങൾ. അത് എഴുതി വെച്ചിട്ട് നിങ്ങൾ ന്യൂട്രിചാർജ് കിഡ്സിന്റെ നോക്കും. അതിനേക്കാളും എത്രയോ മടങ്ങ് റിസൾട്ട് ഓറിയന്റഡും നല്ലതും ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള ന്യൂട്രിചാർജ് കിഡ്സിന്റെ സെയിൽ കുറവ്, അനാരോഗ്യവും വലിയ ഗുണങ്ങളും ചെയ്യാത്ത, പരസ്യത്തിനാൽ അല്ല ചില വലിയ മൾട്ടിനാഷണൽ കമ്പനി പുഷ് ചെയ്ത് വിടുന്ന സാധനങ്ങൾ വളരെയധികം ജനം മേടിച്ചു പോകുന്നു. അപ്പോൾ അനാരോഗ്യത്തിലേക്കല്ലേ പോകുന്നത്, ആരോഗ്യത്തിലേക്ക് പോകുന്നില്ല. സോ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ആ ട്രാൻസ്ഫോർമേഷൻ ഒന്ന് കൊണ്ടുവരുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഈ പഠനം എന്താ പറഞ്ഞിരിക്കുന്നത്? 1 out of every 3 children affected by nutrition deficiency in world lives in India എന്നാണ്. ലോകത്ത് അഥവാ 3 കുട്ടികൾ പോഷകം ഇല്ലാതെയാണ് വളരുന്നതെങ്കിൽ, അതായത് പോഷക ന്യൂനത ഉള്ള 3 കുട്ടികൾ ലോകത്ത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആ 3-ൽ 1 ഇന്ത്യയിലായിരിക്കുമെന്നാണ്. ചിന്തിച്ചു നോക്കിയേ. പെർസെൻറ്റേജ് ഇസ് വെരി വെരി ഹൈ. പിന്നെ അതേപോലെ തന്നെ 5 വയസ്സിന്റെ താഴെ, 5 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾ ഇന്ത്യയിൽ ആൾമോസ്റ്റ് 48%, അതായത് 5 വയസ്സിൽ ഇപ്പോൾ 100 കുട്ടികളുണ്ടെങ്കിൽ അത് ഏകദേശം 50%ഓളം കുട്ടികൾ മാൽ നറിഷ്ഡ് ആണ് ഫോർ എ ലോങ് ടൈം. കുറെ കാലങ്ങളായിട്ട് ശരിയായിട്ടുള്ള ഭക്ഷണം കിട്ടുന്നില്ല. ശരിയായിട്ടുള്ള ഭക്ഷണം ലഭിക്കാത്തത് കൊണ്ട് ആ കുട്ടികൾക്ക് ശരിയായിട്ടുള്ള പോഷകം കിട്ടുന്നില്ല. അതുകൊണ്ട് ആരോഗ്യമില്ല. സിമ്പിൾ. ഇത് വലിയ സുഖമുള്ള കാര്യമല്ല ഇത്. ഓക്കെ. രണ്ടാമത്തത്, അതുകൊണ്ട് തന്നെ എന്താണ്, പ്രായത്തിനനുസരിച്ചിട്ട് അവർ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഇല്ല. അതുകൊണ്ട് ഇൻകംപ്ലീറ്റ് ഡെവലപ്മെന്റ്, നോ ഹൈറ്റ് നോ വെയിറ്റ്. ദെൻ മെനി ചിൽഡ്രൻ ആർ വീക്ക് അക്കോർഡിംഗ് ടു ദെയർ ഹൈറ്റ് ആൻഡ് ഏജ്. ഇപ്പം ചില കുട്ടികൾക്ക് ഈ ഹൈറ്റ് ആണ് ശരിക്കും, ഈ ഹൈറ്റ് അതാ ഏജ് അനുസരിച്ചിട്ട് ഹൈറ്റ് അല്ല. അങ്ങനെ ഇരിക്കുന്ന കുട്ടി പക്ഷെ വളരെ വീക്കായിരിക്കും. ഹൈറ്റും ഉണ്ട്, ഏജിനനുസരിച്ചുള്ള ഹൈറ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ വളരെ വീക്ക്, ക്ഷീണിതം, എപ്പോൾ നോക്കിയാലും ഒന്നും ചെയ്യാൻ പറ്റാത്ത. And that also tells that the lack of nutrition. പിന്നെ 1 out of every 5 children under the age of 5 in India is weak. Okay.
5 വയസ്സ് വരെയുള്ള കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, അണ്ടർ ദി ഏജ് ഓഫ് 5, അതിൽ 5 കുട്ടികൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി ടോട്ടലി വീക്ക് ആണെന്നാണ്. അപ്പോൾ 5-ൽ 1 എന്ന് പറഞ്ഞാൽ പെർസെന്റേജ് നോക്കിയാൽ 20% ആയി. 20% കുട്ടികൾ വീക്കാണ് ഇന്ത്യയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, 5 വയസ്സിന്റെ താഴെ. അപ്പോൾ ഫ്യൂച്ചർ എന്താ? ഈ കുട്ടികൾ നാളെ വലുതായി കഴിഞ്ഞാൽ പിന്നെ എന്തോ ഉണ്ടാവും? ഒന്നും കാണത്തില്ല. ഓക്കെ. അതേപോലെ ഇൻ ഇന്ത്യ അബൌട്ട് 43% ഓഫ് ചിൽഡ്രൻ അണ്ടർ ദി ഏജ് ഓഫ് 5, 5 വയസ്സിന്റെ താഴെയുള്ള 43% കുട്ടികൾ അണ്ടർ വെയിറ്റ് ആണ്. അവരുടെ പ്രായത്തിനും ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് വളരെ കുറവുള്ളതാണ്. അപ്പൊ എല്ലാം കൊണ്ടും അനാരോഗ്യത വളരെ കൂടുതലാണ് ഈ കാറ്റഗറിയിൽ എന്ന് മനസ്സിലാക്കാം നമുക്ക്. അപ്പൊ ഈ കാറ്റഗറിയിലേക്കുള്ള അത്യുഗ്രനായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വൈ കാൺട്ട് യു റിയലി പ്രൊമോട്ട് ആൻഡ് ഗിവ് ടു ഈച്ച് ആൻഡ് എവരി വൺ? അപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത്, ഇപ്പം പുരുഷന്മാരോട് സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ പ്രോട്ടീൻ ഞാൻ പറയണ്ടെങ്കിൽ, കുട്ടികൾക്കും വേണ്ടത് പ്രോട്ടീൻ തന്നെയാണ്. പ്രോട്ടീൻ വെരി ഇമ്പോർട്ടൻറ്റ് ന്യൂട്രിയന്റ് ഇൻ ദ ചിൽഡ്രൻസ് ഡെവലപ്മെന്റ് നടക്കണമെങ്കിൽ പ്രോട്ടീൻ വേണം. എല്ലിന്റെ ഡെവലപ്മെന്റ്, മസിൽസിന്റെ ഡെവലപ്മെന്റ്, കണ്ണ്, മുടി, നഖം എല്ലാം പ്രോട്ടീൻ തന്നെയാണ്. കോശങ്ങൾ, ശരീരത്തിന്റെ അവയവങ്ങൾ, യു ടേക്ക് എനി പാർട്ട് ഓഫ് യുവർ ബോഡി, പ്രോട്ടീൻ ഈസ് റിക്വയർഡ്. ഇതെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ മാത്രമേ രോഗപ്രതിരോധ ശേഷി ഉണ്ടാവും. അതിനും വേണം പ്രോട്ടീൻ. എന്നിട്ടാണ് പറയുന്നത് പ്രോട്ടീൻ അധികം കഴിക്കാൻ പാടില്ല, പ്രോട്ടീൻ കഴിച്ചാൽ കൂടും കുറയും എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു വാട്ടർ ഉദ്ദേശം. അപ്പോൾ ബെനിഫിറ്റ്സ് ഓഫ് പ്രോട്ടീൻ എന്താ നോക്കും. പ്രോട്ടീൻ കൃത്യമായിട്ട് വളർന്ന കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടാവും. എന്തൊക്കെയാണത്? ഒന്ന്, കുട്ടി പൂർണ്ണ വളർച്ച നേടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പൂർണ്ണ വളർച്ച നേടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രോട്ടീൻ ആണല്ലോ, കോശങ്ങൾ നല്ല ആരോഗ്യമുള്ളതായി മാറും. അപ്പൊ ബോഡി ഓർഗൻസ് ആരോഗ്യപരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. പിന്നെ മസിൽസിന്റെ ഭക്ഷണം തന്നെ പ്രോട്ടീനാണ്. അപ്പോൾ പ്രോട്ടീൻ നല്ലോണം കഴിക്കുമ്പോൾ മസിൽസ് ഉണ്ടാവും. ആ മസിൽസിന്റെ കൂടെ തന്നെ എല്ല്, നമ്മളെ അസ്ഥികൾക്കും നല്ല ബലവും ലഭിക്കും. റൈറ്റ്. ഇനി പ്രോട്ടീൻ ഡെഫിഷ്യൻസി ആണെങ്കിലോ, പ്രോട്ടീൻ കുറവാണെങ്കിലോ, ഈ 3 പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഡെവലപ്മെന്റ് കുറയും, ബോഡി ഓർഗൻസിന് ശരിക്കും ആരോഗ്യം ഉണ്ടാവില്ല, മസിൽസ് കാണത്തില്ല, എല്ല് കാണത്തില്ല, മുടി കാണത്തില്ല, ചർമ്മം കാണത്തില്ല, നഖം കാണത്തില്ല, എല്ലാം മോശമായിരിക്കും. അതിന്റെ കൂടെ ഡയറിയ ഓർ സ്റ്റമക് വേംസ്, വയറ്റിനകത്ത് ചില കൃമികൾ ഉണ്ടാകുക, അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ചില കൃമികൾ, അതേപോലെ വയറ് വല്ലാതെ ഇളകി പോകുക. അതുകൊണ്ട് എന്ത് കുടിച്ചു കഴിഞ്ഞാലും എന്ത് ചെയ്തു കഴിഞ്ഞാലും അങ്ങ് ഇളകി പോകും. വല്ലാതെ ക്ഷീണിച്ചിട്ട് കിടപ്പ് രോഗിയായി മാറുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഇൻഫെക്ഷൻ കൂടും, അസുഖങ്ങൾ വർദ്ധിക്കും. അതിനെല്ലാം കാരണം എന്താ? ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ അങ്ങോട്ട് കുറഞ്ഞുപോയി. അപ്പൊ രോഗപ്രതിരോധ ശേഷി ഇല്ലാത്ത അടുത്തുകൂടെ ഏതെങ്കിലും ഒരു അസുഖമുള്ള കുട്ടിയുടെ അടുത്തുകൂടെ പോയി കഴിഞ്ഞാൽ, മഴ പെയ്തു കഴിഞ്ഞാൽ രോഗം പിടിപെടുന്ന ഒരു കുട്ടിയായി ആ കുട്ടി മാറും എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ ഈ കുട്ടികള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തൊരു പ്രശ്നമുണ്ടല്ലോ, അതിനു വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് PVMFO എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂട്രി ചാർജ് കിഡ്സ് കളിക്കാൻ കൊടുത്തേച്ചാൽ മതി. റൈറ്റ്. കാരണം രാവിലെ ഉറങ്ങിണീറ്റ് സ്കൂളിൽ പോകുമ്പോൾ പല ഭക്ഷണങ്ങളും കഴിക്കാതെ കുട്ടികൾ പോകും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകും. പല വീട്ടിലെ അമ്മമാരും പറയുന്ന ഒരു കാര്യമാണ്, എന്റെ കുട്ടി രാവിലെ ഒന്നും കഴിക്കത്തില്ല, പിന്നെ എങ്ങനെയാവും പോയിട്ട് അവിടെ ക്ലാസ്സിൽ ഇരിക്കാന്നൊക്കെ പറയും. അതുകൊണ്ട് മനസ്സിലാക്കണം, 50%-നേക്കാളും കൂടുതലാണ് ആ സംഖ്യ ഇന്ത്യയിൽ. കാരണം അവരുടെ ടേസ്റ്റ് വേറെ ആയിരിക്കും, നമ്മൾ ഉണ്ടാക്കിയത് വേറെ ആയിരിക്കും. അവർക്ക് വേണ്ടതല്ല, അവർക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ വലിയ പ്രോബ്ലമാണ്. അതുകൊണ്ട് 50% ഓഫ് ദ സ്കൂൾ ചിൽഡ്രൻ ദേ വിൽ സ്കിപ്പ്. ഇനി കുറെ ഇടിച്ചെല്ലാം പറയുമ്പോഴേക്കും പിന്നെ എന്തെങ്കിലും കഴിച്ചേക്കും, അത് അപ്പോഴേക്കും ചില സമയം വോമിറ്റ് ചെയ്തേക്കും, പിന്നെ സ്കൂൾ പോകില്ല. അപ്പൊ ഇങ്ങനെ എല്ലാം പ്രശ്നങ്ങളാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഗുലറായി കഴിക്കാത്തവർക്ക് ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വലിയ ഗുണമൊന്നും കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ന്യൂട്രിചാർജ് കിഡ്സ് നല്ലോണം കലക്കിയിട്ട് ആ കുട്ടി കൊടുക്കുക എന്നുള്ളതാണ്. അഥവാ ശരിയായിട്ട് രാവിലെ പോഷകങ്ങൾ ലഭിക്കാതെ പോയാൽ, സ്കൂൾ പോകുന്ന കുട്ടികൾക്ക് രാവിലെ പോഷകങ്ങൾ ലഭിക്കാതെ പോയാൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഉണ്ടാവില്ല, ഊർജ്ജസ്വലത ഉണ്ടാവില്ല, പഠിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കാണത്തില്ല, ഓർമ്മശക്തി ഉണ്ടാവില്ല, പഠനത്തിൽ നിന്നുള്ള പെർഫോമൻസ് വളരെ മോശമായിരിക്കും, ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ സ്കിൽസ് തീരെ ഉണ്ടാവില്ല. ഇതെല്ലാം കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്തുവാ കാര്യം? പിന്നെ എന്ത് പറയാൻ? ഒന്നും പറയാനില്ല. അതാണ് ആബ്സല്യൂട്ട്ലി ഒരു ഒരു അതിനെ എന്താ പറയാ, വിവരിക്കാൻ പറ്റാത്തൊരു പരുവത്തിലായി പോകുന്നതാണ്. ദാറ്റ് ഈസ് നോട്ട് വെരി ഗുഡ് ടു. ഓക്കെ. അപ്പൊ ഭക്ഷണം കഴിക്കാത്ത കുട്ടികളാണ് അധികം ഉള്ളതെന്ന് പറഞ്ഞത്. പക്ഷെ ഇതിന് ഏറ്റവും വലിയൊരു കാരണം കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞാൻ തന്നെ പറഞ്ഞു കേട്ടോ, പഠനം നടത്തിയ ആൾക്കാരാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കി. 81% ഓഫ് ഇന്ത്യൻ മദേഴ്സ് ഓക്കെ കൺസിഡർ ദ ചിൽഡ്രൻ ടു ബി റിലക്റ്റന്റ് ടു ടേക്ക് ഓൾ കൈൻഡ്സ് ഓഫ് ഫുഡ്. അവരങ്ങ് തീരുമാനിക്കും, കുട്ടി, എന്റെ മകൾ, എന്റെ മകൻ ഇതൊന്നും കഴിക്കത്തില്ല കേട്ടോ. പല ആൾക്കാർ എന്നെ വിളിച്ചു പറഞ്ഞു, സുരേഷ് സാറേ
ഈ ന്യൂട്രിചാർജ് കിഡ്സ് എന്റെ കുട്ടി കഴിക്കുന്നില്ല കേട്ടോ. എന്തുകൊണ്ട് കഴിക്കുന്നില്ല? ബാക്കിയെല്ലാം കഴിക്കുന്നുണ്ട്, എന്തുകൊണ്ട് കഴിക്കുന്നത്? കാരണം നമ്മളങ്ങ് തീരുമാനിച്ചു. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നല്ല സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ ശരിക്ക് ഒരു ട്യൂഷൻ ടീച്ചറെ പോലെ അവിടെ പ്രയത്നിക്കണം. അല്ല നമ്മളതിനങ്ങ് തീരുമാനിച്ച് ഇത് കഴിക്കത്തില്ല. പല ആൾക്കാരും പറയുന്നത് സാർ എന്റെ കുട്ടി ഇത് കഴിക്കത്തില്ല, അത് കഴിക്കത്തില്ല കേട്ടോ, അത് ഞങ്ങൾ മറ്റേതാ മേടിച്ചു കൊടുക്കുക. എന്ത് കാര്യമുണ്ട്? അപ്പോ നമ്മളായിട്ട് അവരെ മുമ്പിൽ ഇത് പറയാൻ പാടില്ല. അവരെ മുമ്പിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് നല്ലൊരു പിടുത്തം കെട്ടിപ്പോയി. അത് ഒരിക്കലും അറിയാം ഞാൻ ഇത് കഴിക്കാത്ത ആളാണ്, അതുകൊണ്ട് അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ ദീസ് 85% ഓഫ് ഇന്ത്യൻ മദേഴ്സ് നീഡ് ടു ചേഞ്ച് ദിയർ ഹാബിറ്റ്. അതാണ് ആദ്യം പറയാനുള്ളത്. ആരോഗ്യം കുട്ടിക്ക് വേണമെങ്കിൽ ഈ 81% അമ്മമാർ അവരെ ആ ഒരു ഹാബിറ്റ് ഒന്ന് മാറ്റുന്നത് നല്ലതായിരിക്കും. ഓക്കെ. പക്ഷെ ഈ പറയുന്ന അമ്മമാർ തന്നെ അവസാനം കുട്ടി വളരെ ഇങ്ങനത്തെ വീക്കും പരീക്ഷയിലൊന്നും മാർക്കും മേടിക്കാതെയും വളരെ രോഗികളായി കിടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ അമ്മമാർ തന്നെ വന്നിട്ട് പറയും, എന്താണെന്നറിയില്ല എന്റെ കുട്ടി പെട്ടെന്ന് ക്ഷീണിച്ചു പോകുന്നു, വല്ലാതെ എനർജി ലെവൽ കുറവാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂട്രിചാർജ് കിഡ്സ് കൊടുക്കുന്നു. അന്നേരം എന്താ പറഞ്ഞേ? എന്റെ കുട്ടി ഇങ്ങനത്തെ ഒന്നും കഴിക്കാറില്ല കേട്ടോ, കാരണം ഫിനിഷ്ഡ്. പക്ഷെ അത് കഴിക്കാത്തത് കൊണ്ട് ഇങ്ങനത്തെ ഒരു കണ്ടീഷനിലേക്ക് വന്നു. അപ്പോൾ നിങ്ങൾ പറയുന്നു ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ മാറ്റണമെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ സാധനം കൊടുത്തേ പറ്റത്തുള്ളൂ, അവിടെ പോഷകങ്ങൾ കൊടുത്തേ മതിയാകത്തുള്ളൂ. സോ ചേഞ്ച് ദി തോട്ട് പ്രോസസ്. ഓക്കെ. ഇനി ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ട് വേണ്ട പോഷകങ്ങളുടെ പേരാണ് ഇതൊക്കെ. നിങ്ങൾ എഴുതി വെച്ചോളൂ കേട്ടോ. കാരണം നമുക്ക് ഇത് പ്രൊമോട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി നല്ലോണം പറയണം. ഇനിയിപ്പോൾ ഒരു രൂപാന്തരണ യാത്രയൊക്കെ കഴിഞ്ഞാൽ ആരൊക്കെ ആർസിഎമ്മിൽ ജോയിൻ ചെയ്യുന്ന നമുക്ക് അറിയാൻ പാടില്ല. അപ്പൊ നമുക്ക് അവരൊക്കെ മുമ്പിലൊക്കെ പോയിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഒത്തന്റിക് ആയിട്ട് നല്ല പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള ആളായി മാറണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. അപ്പൊ നോക്കി എന്തൊക്കെയാണ് ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പോഷകങ്ങൾ എന്ന് പറഞ്ഞാൽ DHA, കോളിൻ, ടിനോസ്ഫോറ, കാർഡിഫോളിയ, അയൺ, ഫോസ്ഫറസ്, ബി കോംപ്ലക്സ് വൈറ്റമിൻസ്, ദെൻ മാംഗനീസ്, വൈറ്റമിൻ സി, അയോഡിൻ. ഈ കാണിച്ചിരിക്കുന്ന മുഴുവനും ഇതിൻ്റെ അകത്ത്. സോ യു ഡോണ്ട് ഹാവ് ടു ഗോ എനിവേർ അല്ലേ. രണ്ടാമത്തതോ, ഇമ്മ്യൂണിറ്റി കൂട്ടണമെങ്കിൽ അയൺ, ലൈസിൻ, ദെൻ സിങ്ക്, കോപ്പർ, സെലേനിയം, വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, പ്രോബയോട്ടിക്സ്. ഇതെല്ലാം ന്യൂട്രിചാർജ് കിഡ്സിലുണ്ട്. ഫിസിക്കൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പ്രോട്ടീൻ, ലൈസിൻ, മഗ്നീഷ്യം, ക്രോമിയം, പൊട്ടാഷ്യം, വൈറ്റമിൻ ഡി, ഫോസ്ഫറസ്, മാംഗനീസ് ആൻഡ് കാൽഷ്യം. ഇതും ന്യൂട്രിചാർജ് കിഡ്സിലുണ്ട്. പക്ഷെ നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്? ഒരാൾ വന്നിട്ട് എന്നോട് പറയാം, സാറേ എന്റെ കുട്ടി എന്താണെന്നറിയില്ല കേട്ടോ, എന്ത് പഠിച്ചിട്ടും തലയിൽ നിൽക്കുന്നില്ല, ഒന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല, ഇൻട്രസ്റ്റേ ഇല്ല ഒന്നിനും, എന്താ ഞാൻ ചെയ്യേണ്ടത്? എനിക്ക് തോന്നുന്നു അവന്റെ ബ്രെയിൻ ഒന്നും ശരിക്കും ഡെവലപ്മെന്റ് ആയിട്ടില്ല. അപ്പോൾ അതിന് പേടിക്കണ്ടല്ലോ, ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള പോഷകങ്ങളുണ്ടല്ലോ. ഇതാ കൊടുത്തോളൂ, DHA, കോളിൻ, ടിനോസ്ഫോറ, കാർഡിഫോളിയ, അയൺ, ഫോസ്ഫറസ്, ഇങ്ങനെ പറഞ്ഞു പോയാൽ എന്താ കൊടുക്കുക, എവിടുന്നാ കിട്ടുക, എത്ര കൊടുക്കണം, എന്ത് കൊടുക്കണം, എപ്പം കൊടുക്കണം, ഇതിലുണ്ടോ? ഒന്നുമില്ലല്ലോ. ചുമ്മാതെ നമ്മൾ എന്തോ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടും കുറെ സാധനങ്ങളുണ്ട്, ഫിസിക്കൽ ഡെവലപ്മെന്റിന് വേണ്ടി കുറെ സാധനങ്ങളുണ്ട്. പക്ഷെ ഇതൊക്കെ എങ്ങനെ? പിന്നെ അത് മാത്രമല്ല, കുട്ടികൾക്ക് ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ പ്രോബ്ലമാണ്. അപ്പോൾ അവരെ ഡൈജസ്റ്റീവ് സിസ്റ്റം വളരെ സുതാര്യമാക്കണമെങ്കിൽ, വളരെ ഹെൽത്തി ആക്കണമെങ്കിൽ, അതിലെ ഡൈജസ്റ്റീവ് എൻസൈംസ് കറക്റ്റായിട്ട് ഉൽപ്പാദിക്കപ്പെടണമെങ്കിൽ അവർക്ക് പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക്സും കൊടുക്കണം. അതെന്തുവാന്നറിയില്ല. കുട്ടിക്ക് എന്താണ് പ്രീബയോട്ടിക്സ്, എന്താ പ്രോബയോട്ടിക്സ് ഞാൻ കൊടുക്കേണ്ടത് നമുക്കൊന്നും അറിയില്ല. അപ്പോൾ അത് വേറെ പ്രശ്നം. ഓക്കെ. പിന്നെ അടുത്തത് എന്താണ്? അപ്പോൾ ന്യൂട്രീഷൻ സപ്ലിമെന്റേഷൻ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നടക്കും. ഫിസിക്കൽ ഗ്രോത്ത് ഉണ്ടാവും, അത് മെന്റൽ ഡെവലപ്മെന്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ആണ്. ഓക്കെ. അതുകൊണ്ട് ഇതെല്ലാം അടങ്ങിയ ഒരു പോഷകമാണ് ന്യൂട്രിചാർജ് കിഡ്സ്. ഇത് മാത്രം പറഞ്ഞാൽ മതി. ഈ 3 കാര്യങ്ങൾ ഇത്രയും ഈ സാധനങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യം. ഇതാണ് ഇത് മുഴുവൻ, ഇത് മുഴുവൻ, ഇത് മുഴുവൻ. ഇതൊക്കെ എവിടെയുണ്ട്? ന്യൂട്രിചാർജ് കിഡ്സ് മേടിച്ചാൽ കൊടുത്തേച്ചാൽ മതി. അതിൽ കറക്റ്റ് പ്രൊപ്പോർഷനിൽ ICMR, WHO പറഞ്ഞ കണക്കിന് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് ടാബ്ലറ്റ്സും ക്യാപ്സൂളും കഴിക്കാൻ ബുദ്ധിമുട്ടാകുന്നത് കൊണ്ട് അത് നമ്മൾ ഒരു പൊടി രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഈ ടിന്നിനകത്ത് പാക്ക് ചെയ്ത് 2 ടേസ്റ്റുകളിൽ എത്തിച്ചിട്ടുണ്ട്. അത് ക്ലിനിക്കലി പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത്? ഓക്കെ. 49 പോഷകതത്വങ്ങൾ കാണുന്നുണ്ടെങ്കിലും ഇപ്പൊ 48 എന്ന് പറയാൻ വേണ്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കാരണം അതിൽ ഒരു പ്രോട്ടീൻ്റെ സോഴ്സ് സെയിം ആണെന്നുള്ളത് കൊണ്ട് നിങ്ങളത് അങ്ങനെ പറഞ്ഞാൽ മതി. ശരി, പോട്ടെ, എന്തെങ്കിലും ആവട്ടെ. പക്ഷെ ബാക്കിയെല്ലാം സെയിം ആണ്. 10 ബൊട്ടാനിക്കൽസ് ഉണ്ട്, 3 ടൈപ്സ് ഓഫ് പ്രോട്ടീൻ ഉണ്ട്, 29 വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് കൂടിയിട്ട് 29 ഉണ്ട്, 3 പ്രീബയോട്ടിക്സ്, 1+2, ദെൻ 5 മൈക്രോ മോളിക്യൂൾസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ 10 ബൊട്ടാനിക്കൽസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. കാരണം ഈ 10 ബൊട്ടാനിക്കൽസ് ഉള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ എവിടെ കിട്ടത്തില്ല കേട്ടോ. 10 ഔഷധ സസ്യങ്ങളാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. അത് ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ ആണ് ഇങ്ങനത്തെ ഒരു കോമ്പിനേഷനോടെ യുണീക്ക് ഹെൽത്ത് ഡ്രിങ്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്യപ്പെട്ടത്. ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ഇതിന്റെ മുമ്പേ ഇല്ലായിരുന്നു, ഇതിന്റെ ശേഷവും വന്നിട്ടില്ല. പക്ഷെ ഇതിനെ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് പല കളികളും കളിക്കുന്നുണ്ട്. പതിയെ ബോട്ടണിക്കൽസ് ഒക്കെ കൂട്ടുന്നുണ്ട്, പക്ഷെ അതൊന്നും ശരിയാകുന്നില്ല.
ഇത് യുണീക്കാണ്, വ്യത്യസ്തമാണ്. ഇതുപോലത്തെ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ്, മീ ടു പ്രൊഡക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ കാണാനേ സാധ്യതയില്ല. ഇത് ആരൊക്കെ കഴിച്ചിട്ടുണ്ടോ, ഇതിപ്പോ ഞാൻ ലോഞ്ച് ചെയ്തിട്ട് ഏകദേശം 10 വർഷമായിട്ടുണ്ട്. 10 അല്ല, 11-12 വർഷമായിട്ടുണ്ട്. ഈ 11-12 വർഷത്തിൽ ഇത് ആരെല്ലാം കഴിച്ചിട്ടുണ്ടോ അവർക്ക് വന്ന മാറ്റങ്ങൾ അവർ വായ തോരാതെ പറയും. അത്രക്ക് ട്രാൻസ്ഫോർമേഷൻ ആയി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഓക്കെ, സോ ന്യൂട്രിചാർജ് കിഡ്സ് 3 types ഓഫ് പ്രോട്ടീൻ: സോയ പ്രോട്ടീൻ, വേ പ്രോട്ടീൻ, മിൽക്ക് പ്രോട്ടീൻ, റൈറ്റ്? പിന്നെ പ്രോട്ടീൻ ഇൻ ന്യൂട്രിചാർജ് കിഡ്സ്, ഇതിൻ്റെ അകത്തുള്ള ഈ 3 പ്രോട്ടീൻ ഈ ന്യൂട്രിചാർജ് കിഡ്സ് കുട്ടി കഴിക്കുമ്പോൾ ഈ 3 പ്രോട്ടീൻ എന്താ ചെയ്യുക കുട്ടികൾക്ക്, അത് നമുക്ക് നോക്കാം. അത് ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടി വളരെയധികം സഹായിക്കും. ഓക്കെ, കംപ്ലീറ്റ് ഡെവലപ്മെന്റിന് വേണ്ടി, കുട്ടിയുടെ സമഗ്ര വളർച്ചയ്ക്ക്, ശാരീരികം, മാനസികം, വാട്ടെവർ എന്തൊക്കെ വളരാനുണ്ടോ എല്ലാം വളരുന്നതിനൊക്കെ കംപ്ലീറ്റ് സഹായിക്കുന്നതാണ് ഈ 3 തരം പ്രോട്ടീൻ. അത് മാത്രമല്ല, ഈ പ്രോട്ടീൻ ആരോഗ്യപരമായിട്ടുള്ള മസിൽസ്, ആരോഗ്യപരമായിട്ടുള്ള ഹൈറ്റ്, ആരോഗ്യപരമായിട്ട് ആ വ്യക്തിക്ക് വെയിറ്റ് കൊടുക്കാൻ സഹായിക്കും. ആ ഹെൽത്തി എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യണം. ഹെൽത്തി, വെയിറ്റ് ആൻഡ് ഹൈറ്റ്. ആരോഗ്യപരമായിട്ടുള്ള തൂക്കവും ആരോഗ്യപരമായിട്ടുള്ള ഹൈറ്റും വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് ഇത് കഴിച്ചാലുണ്ടാവും. വെറുതെ ശരീരത്തിലെ തടി കൂടുക, ശരീരത്തിലെ ഹൈറ്റ് കൂടുകയല്ല, ആരോഗ്യപരമായിട്ടുള്ള. ഓക്കെ, പിന്നെ ഇതിലുള്ള പ്രീബയോട്ടിക്സ് ഞാൻ നേരത്തെ പറഞ്ഞു 1+2. ഒരു പ്രീബയോട്ടിക് ഉണ്ട്, അത് ആ ടിന്നിന്റെ മുകളിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് കാണാം ടിന്നിന്റെ ഇതുണ്ട്. ഞാൻ ഈ കർസർ വെക്കാം, അവിടെ നിങ്ങൾക്ക് കാണാം. ഇതുണ്ട്, ഇവിടെ ഇങ്ങനെ ഉണ്ടോ, ഇവിടെ DHA എഴുതിയിട്ടുണ്ട്, അതിന്റെ അപ്പുറത്ത് FOS എഴുതിയിട്ടുണ്ട്. എത്ര ആൾ കണ്ടിട്ടുണ്ട്, എത്ര ആൾ വായിച്ചിട്ടുണ്ട്, എത്ര ആൾ മനസ്സിലാക്കിയിട്ടുണ്ട് എനിക്കറിയാൻ പാടില്ല. പക്ഷെ അത് FOS ആണ്. അതാണ് പ്രീബയോട്ടിക്. അതിന് പറയാ ഫ്രക്ടോ ഒലിഗോ സാക്കറൈഡ്സ് എന്നാണ് അതിന്റെ പേര്. ഓക്കെ, FOS, ഫ്രക്ടോ ഒലിഗോ സാക്കറൈഡ്സ്. അതാണ്. അത് കാർബോഹൈഡ്രേറ്റിന്റെ വേറെ വകഭേദമാണ്, എനർജി തരും. അത് മാത്രമല്ല, അത് പ്രോബയോട്ടിക്കിനുള്ള ഭക്ഷണം കൂടിയാണ്. അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം വളരെ ക്ലീൻ ആകും. പിന്നെ പ്രോബയോട്ടിക്സ് പറഞ്ഞാൽ നല്ല ബാക്ടീരിയാസ്, അതിനെ നിലനിർത്താൻ സഹായിക്കണം നമ്മൾ. പക്ഷെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ എക്സ്ട്രാ ചേർത്ത് കൊടുത്ത് ലാക്ടോബിസിലസ് ആൻഡ് അസിഡോഫിലസ് ബിഫിഡോബാക്ടീരിയം, അങ്ങനെ 2 പ്രോബയോട്ടിക് കൂടി. അപ്പോൾ സാധാരണഗതിയിൽ മുതിർന്നവർക്ക് നമ്മൾ തൈര് കുടിക്കാൻ പറയുമല്ലോ, അധികം പുളിക്കാത്ത തൈര്, അതൊക്കെയാണ് ഈ സംഭവം. ഓക്കെ, സോ 1+2. ഓക്കെ, നൗ പ്രീ ആൻഡ് പ്രോബയോട്ടിക്സ് ന്യൂട്രിചാർജ് കിഡ്സിലുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ നേരത്തെ എന്താ പറഞ്ഞത്, മുതിർന്നവർക്കും ദഹന സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ന്യൂട്രിചാർജ് കിഡ്സ് കൊടുക്കാണ്. പക്ഷെ ന്യൂട്രിചാർജ് കിഡ്സ് മുതിർന്നവർ കുടിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിലുള്ള പ്രോട്ടീൻ കുട്ടികളുടെ BMI അനുസരിച്ചിട്ടാണ്. അപ്പോൾ മുതിർന്നവർക്ക് ആ ലെവൽ ഓഫ് പ്രോട്ടീൻ മതിയാവത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം അറിയോ, ഈ ന്യൂട്രിചാർജ് കിഡ്സ് ഇപ്പോൾ 2 നേരം നിങ്ങൾ കുടിക്കുന്നതെങ്കിൽ 2 നേരവും അതിൻ്റെ അകത്ത് ന്യൂട്രിചാർജ് ഓൾ പ്രോ, അല്ലെങ്കിൽ ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റോ, അല്ലെങ്കിൽ ന്യൂട്രിചാർജ് ബാക്കി ഏതെങ്കിലും ഒരു പ്രോട്ടീൻ പൗഡർ കൂടി അതിൽ ചേർത്താൽ മാത്രമേ പ്രോട്ടീനിന്റെ സംഖ്യ, അളവ് കൂടത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ പ്രോട്ടീൻ ഡെഫിഷ്യൻ്റ് ആയി പോകും മുതിർന്ന ആൾക്കാർ. അതാണ് പറയാനുള്ളത്. ബാക്കിയെല്ലാം കൗണ്ടർ ചെയ്യും, എവറിത്തിങ് വിൽ ബി കൗണ്ടർഡ്. അപ്പോൾ പ്രോബയോട്ടിക്സ് ആൻഡ് പ്രീബയോട്ടിക്സ് നമ്മൾ ഇത് കഴിക്കുമ്പോൾ ഇത് നമ്മളുടെ കുടലിലുള്ള ഹെൽപ്ഫുൾ ബാക്ടീരിയനെ, ആരോഗ്യപരമായിട്ട് നമ്മളെ സഹായിക്കുന്ന, ദഹനത്തിന് സഹായിക്കുന്ന ബാക്ടീരിയയിലെ കണക്കിനെ, അളവിനെ അത് ബാലൻസ് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവും, നല്ല ഡൈജഷൻ ഉണ്ടാവും. നല്ല ഡൈജഷൻ ഉണ്ടാകുമ്പോൾ കഴിക്കുന്നതിൽ നിന്നൊക്കെ ഡൈജഷൻ കിട്ടിയിട്ട് ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യും. സോ ഇറ്റ് ഇൻക്രീസസ് ദ ഇമ്മ്യൂണിറ്റി. മൊത്തം ഒരു പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും ചെയ്യുന്ന കാര്യങ്ങളാണ്, ചിന്തിച്ചു നോക്കി. പിന്നെയുള്ള 29 വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, ഓക്കെ, എല്ലാം കൂടിയിട്ട്. അപ്പൊ അതെന്താ ചെയ്യുന്നത്, 29 ഒരുമിച്ച് അങ്ങ് വരുമ്പോൾ ഇത് ചെയ്യുന്നത് ഇമ്മ്യൂണിറ്റി കൂട്ടുന്നു, ഡൈജഷൻ കൂട്ടുന്നു, പിന്നെ അക്ഷയ അപചയ കർമ്മങ്ങളുടെ മെറ്റബോളിസം കൂട്ടുന്നു, എനർജി കൂട്ടുന്നു, ശാരീരിക ഡെവലപ്മെന്റ് കൂട്ടുന്നു, മെന്റൽ ഡെവലപ്മെന്റും കൂട്ടും, എല്ലാം എവറിത്തിങ്. പിന്നെ 10 ബൊട്ടാണിക്കൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ മാർക്കറ്റില് 10 ബൊട്ടാണിക്കൽസ് ചേർത്ത പ്രോഡക്റ്റുകൾ ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ആ 10 ബൊട്ടാണിക്കൽസ് ഒന്ന് നോക്കാം ആരൊക്കെയാണ്. ഓക്കെ, ഇതിങ്ങനെ വായിക്കുന്നതിനേക്കാൾ നല്ലത് ഓരോന്നും കാണിച്ചിട്ട് അതിന്റെ മലയാളവും പറയാം, അത് എന്താ ചെയ്യുന്നതെന്ന് കൂടി പറയാം. മറ്റേതിങ്ങനെ വായിച്ചു വേണ്ട സമയം പോകത്തേ ഉള്ളൂ. ഇതെല്ലാം വലുതായിട്ട് വരുമ്പോൾ. ഓക്കെ, ആദ്യത്തെ നമുക്ക് നോക്കാം. ഫിലാന്തസ് നിരൂറി, ഇത് കീഴാർ നെല്ലി. ഓക്കെ, ഫിലാന്തസ് നിരൂരി സയന്റിഫിക് നെയിമാണ്, മലയാളത്തിൽ കീഴാർ നെല്ലിയാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വിശപ്പ് കൂടും, ഇൻക്രീസസ് ദി അപ്പിറ്റൈറ്റ്. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ നല്ല ദഹനം നടക്കും. ദഹനം നടക്കുമ്പോൾ വിശക്കുമ്പോൾ കഴിക്കും, അത്രയും. രണ്ടാമത്തതാണ് ഗ്ലൈക്കറൈസ ഗ്ലാബ്ര. ഗ്ലൈക്കറൈസ ഗ്ലാബ്ര എന്ന് പറഞ്ഞാൽ ഇരട്ടി മധുരം. ഓക്കെ, ഇരട്ടി മധുരം. അപ്പോൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാൻ വളരെയധികം സഹായിക്കും. ഓക്കെ, നെക്സ്റ്റ് വിറ്റിസ് വെനിഫെറ. വിറ്റിസ് വെനിഫെറ ദ്രാക്ഷ എന്നൊക്കെ പറയുന്നത് ചുവന്ന ഉണങ്ങിയ മുന്തിരിയുടെ കണങ്ങൾ, റേസിൻസ് പോലത്തെ സാധനങ്ങൾ.
അത് നമ്മളെ കുട്ടികൾക്കുണ്ടാവുന്ന ജലദോഷം, കഫക്കെട്ട്, ചുമ അതൊക്കെ ഒഴിവാക്കാൻ വളരെയധികം സഹായിക്കും. അതാണ് വിറ്റിസ് വെനിഫെറ. ഈ പറയുന്ന പ്രൊഡക്റ്റുകൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ന്യൂട്രിചാർജിന്റെ വേറെ ചില പ്രൊഡക്റ്റുകളിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും കേൾക്കുമ്പോൾ അല്ലേ. ഇപ്പോൾ ഈ പറയുന്ന ഫോർ എക്സാമ്പിൾ ഈ ഫിലാന്തസ് നുരുരി വേറെ പ്രൊഡക്റ്റിലുണ്ട്, ഗാക്ലിയസ് ഗ്ലാബ്ര ഉണ്ട്, വിറ്റിസ് വെനിഫെറ ഉണ്ട്, ടിനോസ്പോറ കാർഡിഫോളിയ ഉണ്ട്. ടിനോസ്പോറ കാർഡിഫോളിയ ചിറ്റാമൃതാണ്. ചിത്താമൃത് അത് ഇന്റലിജൻസ് കോഷൻസ് IQ, അതാണ് ഇന്റലിജൻസ് കോഷൻ, ഇംപ്രൂവ്മെന്റ്സ് ഇൻ ദ ഇന്റലിജൻസ്, ബ്രെയിൻ ഫംഗ്ഷൻ ഒക്കെ കൂട്ടാനും ഇന്റലിജൻസ് കൂട്ടാനും സഹായിക്കും. ദെൻ സേറം റോസ്ബെർഗാനിയം എന്ന് പറഞ്ഞാൽ അത് ഒരു ജീരകം പോലത്തെ ഒരു കുടുംബത്തിൽ വരുന്നതാണ്. പക്ഷേ ഇവിടെ നമ്മൾ അതിനെ അയമോദകം എന്നാണ് പറയുക. അയമോദകം അതാണ്. സോ ഹെൽപ്സ് ഇൻ ഇംപ്രൂവിങ് സ്ട്രോങ് ഇമ്മ്യൂണിറ്റി. വളരെയധികം ഗംഭീരമായിട്ടുള്ള ഇമ്മ്യൂണിറ്റി വളർത്തിയെടുക്കാനും കൂട്ടിവെക്കാനും കൂടി സഹായിക്കും. രോഗപ്രതിരോധ ശേഷി വല്ലാതെ കൂട്ടും. പിന്നെ ജിഞ്ചിബർ ഒഫഷനാലെ എന്ന് പറഞ്ഞാൽ ഇഞ്ചിയാണ്. അത് വീണ്ടും ദഹനത്തിന് നല്ലതാണ്. പിന്നെ ഈ ഫ്ലൂ, കോൾഡ് അങ്ങനത്തെ പല പല പ്രശ്നങ്ങൾക്കും അത് വളരെ നല്ലതാണ്. ഓക്കെ. പിന്നീടുള്ളതാണ് ഒസിമം സാങ്ക്ടം. ഒസിമം സാങ്ക്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തുളസിയാണ്. തുളസി പലതരം തുളസികളുണ്ട്. ഇത് ടു ബി പ്രിസൈസ് ഇതിൽ കൃഷ്ണ തുളസി. അപ്പോൾ സ്ട്രെങ്തനിങ് റെസ്പിറേറ്ററി ഓർഗൻസ്, ശ്വസന പ്രക്രിയ ഗംഭീരമാക്കും. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് മുതിർന്നവർക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ന്യൂട്രിചാർജ് കിഡ്സ് വളരെയധികം സഹായിക്കും. പക്ഷേ മുതിർന്നവർ, വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, മുതിർന്നവർ ന്യൂട്രിചാർജ് കിഡ്സ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ അത് മാത്രം കഴിച്ചാൽ പോരാ, അതിൻ്റെ കൂടെ ബാക്കി ഏതെങ്കിലും ഒരു പ്രോഡക്റ്റും കൂടെ ചേർക്കണം, അല്ലെങ്കിൽ പ്രോട്ടീൻ കുറഞ്ഞു പോകും. ഓക്കെ. പിന്നെയാണ് പൈപ്പർ ലോങ്ങം. പൈപ്പർ ലോങ്ങം തിപ്പല്ലിയാണ്. ഓക്കെ. തിപ്പല്ലി പലതരത്തിലുള്ള ഉദര സംബന്ധമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും പിന്നെ ഈ മൂക്കൊക്കെ അടഞ്ഞു പോകുന്നുണ്ടല്ലോ, ശ്വസന പ്രക്രിയയിൽ മൂക്കൊക്കെ അടഞ്ഞു പോകുന്നത്, അതൊക്കെ മാറ്റാൻ സഹായിക്കും. ഓക്കെ. ദെൻ കംസ് ഓറിഗാനോ, ഇതെന്ന് പനിക്കുറുക്ക. ഓക്കെ. പനിക്കുറുക്ക ഹെൽപ്സ് ഇൻ റിലീവിങ് ഇൻഫ്ലമേഷൻ. നീർക്കെട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റും, പ്രത്യേകിച്ച് നെഞ്ചിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നെഞ്ചിലെ കഫക്കെട്ട്, ചുമ ഉണ്ടാവാനുള്ള സാധ്യത, പിന്നെ ഈ ആസ്തമാറ്റിക്, അതുകൊണ്ടല്ലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഇതൊക്കെ വളരെ ഗുണകരമാണ്. അപ്പോൾ യു കൻ ടേക്ക് ദാറ്റ്. ചുമ എല്ലാം മാറി കിട്ടും. പിന്നെയാണ് സിനമൻ, കറുവപ്പട്ട. കറുവപ്പട്ട എന്ന് പറയുന്ന സാധനം പ്രൊട്ടക്റ്റിംഗ് ഫ്രം ഓക്സിഡേറ്റീവ് ഡാമേജ്. ശരീരത്തിൽ ഓക്സിഡേഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഓക്സിഡേറ്റീവ് ഡാമേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അധികം സഹായിക്കുന്നതാണ് ഈ കറുവപ്പട്ട. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഫ്രീ റാഡിക്കൽസിന്റെ ഉൽപ്പാദനം ഉണ്ടാവില്ല. ഫ്രീ റാഡിക്കൽസിന്റെ ഉൽപ്പാദനം ഇല്ലാത്തത് കൊണ്ട് എന്താ ഉണ്ടാവുക, കോശങ്ങൾക്ക് തകരാറൊന്നും ഉണ്ടാവില്ല. കോശങ്ങൾക്ക് തകരാറില്ലാത്തത് കൊണ്ട് ഓർഗൻസിനും തകരാറുണ്ടാവില്ല. മൊത്തത്തിൽ ശരിയായിട്ടുള്ളൊരു ഡെവലപ്മെന്റ് കുട്ടികൾക്ക് ഉണ്ടാവും. അതാണ് ഈ സിനമൻ ഇതിൽ ചേർത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ 10 തരം ഔഷധ സസ്യങ്ങൾ ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബൂസ്റ്റും നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടില്ല, ഒരു ഹോർലിക്സും കിട്ടത്തില്ല. അത് ആദ്യം പറഞ്ഞുതരാം. അപ്പോൾ അതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ന്യൂട്രിചാർജ് കിഡ്സ്. 100% ഷുവർ ആണ്, ഗ്യാരണ്ടിയാണ്. അപ്പോൾ ന്യൂട്രിചാർജ് കിഡ്സ് ആസ് സച്ച് ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ കഴിക്കുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണ്? ആദ്യത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ക്ലിനിക്കലി പ്രൂവൺ ആണ്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ കേട്ടോ. കാരണം ഞാൻ എന്താണോ പറഞ്ഞത് 12 വർഷം മുമ്പേ, 15 വർഷം മുമ്പേ, ഇന്നലെ പറഞ്ഞത് എല്ലാം എനിക്ക് ഓർമ്മയുണ്ടാവും. ഇവിടെ പല ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, PUC നടത്തുന്ന ആൾക്കാർ, വണ്ടർ വേൾഡ് നടത്തുന്ന ആൾക്കാർ, വണ്ടർ വേൾഡ് ക്യുക്ക് നടത്തുന്ന ആൾക്കാർ, ഇനി ഡിസ്പ്ലേ വാൾ ഉണ്ടെങ്കിൽ അവർ ഈ ഒരു പേജിന്റെ ഫോട്ടോ കോപ്പി എടുത്ത് പ്രിന്റ് എടുത്തിട്ട് അവിടെ ന്യൂട്രിചാർജ് കിഡ്സ് എവിടെയാണോ വെച്ചത് അവിടെ വെക്കാൻ വേണ്ടിയിട്ട്. കാരണം ന്യൂട്രിചാർജ് കിഡ്സ് മേടിക്കാൻ വരുന്നയാള് ഇതൊന്ന് വായിച്ചു നോക്കിയാൽ എന്തായാലും നിങ്ങൾ ചോദിക്കുക, അല്ല സാറേ ഇതെന്തുവായി സംഭവം, നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. RCML വഴിയാണെങ്കിൽ, കേട്ട ആൾക്കാരാണെങ്കിൽ എന്തായാലും ഒന്നും കൂടി ചോദിക്കും, അത് വായിച്ചു ഒന്നുകൂടി അദ്ദേഹത്തിന്റെ വിശ്വാസത കൂട്ടും. പുതിയ ആളെ വന്നതെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഇതെന്താ ക്ലിനിക്കലി പ്രൂവ് ആയിട്ടുള്ള സാധനമാണ് ഈ ന്യൂട്രിചാർജ് കിഡ്സ്, നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ പ്രൊഡക്റ്റ് അല്ല ഇത്. അപ്പോൾ അതില് ഇത് മൊത്തം വായിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവസാനത്തെ ആ 3 വരി നമുക്ക് വായിക്കാം. ഓക്കെ. ഞാൻ കർസർ കൊണ്ടാക്കാം അവിടെ, എന്നിട്ട് അവിടെ നമുക്ക് വായിക്കാം. ഇതാ ഇവിടുന്ന് കേട്ടോ. ന്യൂട്രിചാർജ് കിഡ്സ് പൗഡർ ആൻഡ് പ്ലാസിബോ. പ്ലാസിബോ എന്ന് പറഞ്ഞാൽ ന്യൂട്രിചാർജ് കിഡ്സ് പോലത്തെ വേറൊരു പൊടി കൊടുത്തിട്ടുണ്ടാവും ക്ലിനിക്കൽ സ്റ്റഡി നടക്കുമ്പോൾ. അപ്പൊ 2 പൊടിയാണ് കൊടുക്കുക. അപ്പൊ എനിക്ക് 2 പൊടി കൊണ്ടുതരും, ഈ കമ്പനി കൊണ്ടുതരും 2 പൊടി. എനിക്കറിയില്ല ഈ 2 പൊടി ഏതൊക്കെയാണ്. ഞാൻ എന്ത് ചെയ്യും, ഒരു പൊടി A എന്ന് പറഞ്ഞ ആക്കും കൊടുക്കും, ഒരു പൊടി B എന്നുള്ള ആക്കും കൊടുക്കും. സോ എനിക്കൊന്നും അറിയില്ല ഈ പൊടി എന്താണ്. പക്ഷെ അതിലൊന്ന് ന്യൂട്രിചാർജ് കിഡ്സ് ആണ്, ഒന്ന് പ്ലാസിബോ, അതുപോലത്തെ ഒരു വേറെ സാധനം. അപ്പോൾ അങ്ങനെ 3 മാസത്തെ പഠനത്തിന് ശേഷം നമ്മൾ ആ റിസൾട്ട് വരുമ്പോൾ A പൊടി കഴിച്ച ആൾക്ക് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്, B പൊടിച്ച ആൾക്ക് വലിയ വ്യത്യാസം വന്നിട്ടില്ല. അപ്പോൾ A ഈസ് ന്യൂട്രിചാർജ് കിഡ്സ്. അങ്ങനെയാണ് ക്ലിനിക്കൽ പ്രൂഫ് സ്റ്റഡി ചെയ്യുക. ഇത് ഒരു സെന്ററിൽ മാത്രമല്ല ചെയ്യുക, പല സ്ഥലങ്ങളിലും ചെയ്യും. അതാണ് മൾട്ടി സെന്റർ ട്രയൽ എന്ന് പറയുന്നത്. പല സെന്ററുകൾ നടത്തും. ഡബിൾ ബ്ലൈൻഡ് എന്തുകൊണ്ടാണ് പറഞ്ഞത്? 2 പൊടിയും എന്താന്ന് ആർക്കും അറിഞ്ഞൂടാ, ഡബിൾ ബ്ലൈൻഡ്. അപ്പൊ ഡബിൾ ബ്ലൈൻഡ് മൾട്ടി സെന്റർ ട്രയൽ. അപ്പൊ ന്യൂട്രിചാർജ് കിഡ്സ് പൗഡർ ആൻഡ് പ്ലാസിബോ
ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ന്യൂട്രിചാർജ് കിഡ്സിന് ക്ലിനിക്കലി പ്രൂവൺ റിപ്പോർട്ട് കിട്ടിയതിന്റെ കാരണം എന്താണെന്ന് അറിയാം? ന്യൂട്രിയൻ ഡെഫിഷ്യൻ ചിൽഡ്രൻ, അവസാനത്തെ സെക്കൻഡ് ലാസ്റ്റ് ലൈൻ, ന്യൂട്രിയൻ ഡെഫിഷ്യൻ ചിൽഡ്രനെ റെക്കമെൻഡ് ചെയ്യാം നമുക്ക്. ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ടു ദ ന്യൂട്രിയൻ ഡെഫിഷ്യൻ ചിൽഡ്രൻ. പോഷക ന്യൂനതയുള്ള കുട്ടികൾക്ക് നമുക്ക് ന്യൂട്രിചാർജ് കിഡ്സ് റെക്കമെൻഡ് ചെയ്യാം എന്ന് ക്ലിനിക്കലി പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇറ്റ് ഈസ് എ നാച്ചുറൽ സപ്ലിമെന്റ്, അത് ക്ലിനിക്കലി പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആൻഡ് പൊട്ടൻഷ്യലി ഇൻ ഇൻക്രീസിങ്, ശ്രദ്ധിച്ചു കേൾക്കണം, പൊട്ടൻഷ്യലി ഇൻ ഇൻക്രീസിങ് ദ ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അതുപോലെ തന്നെ ബ്രെയിൻ ഡെവലപ്മെന്റ് ചെയ്യാനും വളരെയധികം സഹായിക്കുകയും ചെയ്യും. അത് മാത്രമല്ല ടോട്ടാലിറ്റി നോക്കിയാൽ ഇറ്റ് ഈസ് സേഫ് ടു യൂസ്. ഇനി ഇത്രയും പറഞ്ഞു കൊടുത്തിട്ട് ഒരച്ഛനോ അമ്മയോ ഇത് മേടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഈശ്വരോ രക്ഷ. പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മൾ പറഞ്ഞെന്നേ ആവുമല്ലോ. അതങ്ങനെ പറഞ്ഞു കേട്ട് പോയി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പിന്നെ ഉറക്കമൊന്നും വരത്തില്ല കേട്ടോ. 3 ദിവസത്തിനുള്ളിൽ തിരിച്ചു വന്നിട്ട് പറയും, അല്ല ആ പ്രൊഡക്റ്റ് ഒന്ന് വേണം കേട്ടോ, പക്ഷെ നിങ്ങൾ ഇതൊന്നും എടുത്തിട്ട് പ്രിന്റ് എടുത്തിട്ട് എല്ലായിടത്തും വെക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്രിന്റ് എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് ഇത് മാത്രം ഞാൻ എടുക്കാൻ നിങ്ങൾക്ക് സമ്മതിച്ചു തരാം, എടുത്തോളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വിഷ്വൽ എയ്ഡ് തന്നിട്ടുണ്ടായിരുന്നു, ആ വിഷ്വൽ എയ്ഡിൽ ന്യൂട്രിചാർജ് കിഡ്സ് മറച്ചു നോക്കിയ ആൾക്കാർക്ക് അറിയാം ഇതൊരു വലിയ പേജ് തന്നെ ഉണ്ട്. ഇത് അങ്ങനെ തന്നെ അവിടെ നിന്ന് എടുക്കുക, ഏതെങ്കിലും ഒരു DTP സെന്ററിൽ പോയിട്ട് അവിടെ നിന്ന് ചെയ്തിട്ട് പ്രിന്റ് എടുത്തിട്ട് അവിടെ ഒട്ടിച്ചു വെക്കുക. ഇത് ഞാൻ 1500ാമത്തെ തവണയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എല്ലാവരും ചെയ്യണം, കാരണം ഇത് എല്ലാവർക്കും ഗുണമുള്ള സാധനമാണ്. ഓക്കെ, അപ്പോൾ ക്ലിനിക്കൽ പ്രൂവൺ ആണ് ടു ഇംപ്രൂവ് ഡെവലപ്മെന്റൽ സ്കിൽസ് വൈൽ ഇൻക്രീസിങ് ചിൽഡ്രൻസ് വെയിറ്റ്, ഹൈറ്റ്, BMI എല്ലാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ന്യൂട്രിചാർജ് കിഡ്സ് കഴിച്ചാൽ ഇനി ബെനിഫിറ്റ്സ് മാത്രം പറഞ്ഞു പോവുക. കുട്ടിയുടെ ഹൈറ്റ്, മസിൽസ്, ഫിസിക്കൽ സ്ട്രെങ്ത് ആരോഗ്യപരമായിട്ട് കൂട്ടും. ഓക്കെ, ന്യൂട്രിചാർജ് കിഡ്സ് കഴിഞ്ഞാൽ ഗട്ടിന്റെ ആരോഗ്യം, അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റം വളരെ നന്നാവും, നല്ല ദഹനം ഉണ്ടാവും. അതുകൊണ്ട് ആരോഗ്യം ഗംഭീരമായിരിക്കും, രോഗം വരാനുള്ള സാധ്യത കുറയും, ഇമ്മ്യൂണിറ്റി വല്ലാതെ കൂട്ടും. ഇതൊക്കെ ന്യൂട്രിചാർജ് കിഡ്സ് കഴിക്കുന്നവർക്കുള്ളതാണ് കേട്ടോ. ഇമ്മ്യൂണിറ്റി നല്ലോണം കൂട്ടും, അതുകൊണ്ട് രോഗം അങ്ങനെ പിടിപെടില്ല, അസുഖം വരത്തില്ല, വന്നാൽ തന്നെ പെട്ടെന്ന് മാറുകയും ചെയ്യും. അതേപോലെ തന്നെ എനർജി ലെവൽ വല്ലാതെ കൂട്ടും, അതുകൊണ്ട് ഫുൾ ഡേ ആക്റ്റീവ് ആയിരിക്കും, ടോട്ടലി ആക്റ്റീവ് ആയിരിക്കും, എനർജി ലെവൽ വളരെ ഷാർപ്പായിട്ട് റേസ് ചെയ്തു. അതുപോലെ തന്നെ ഈ ജലദോഷം, കഫക്കെട്ട്, പനി, മൂക്കടപ്പ്, ഇൻഫെക്ഷൻസ്, ഈ ഡെയിലി ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നില്ല, അതൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ചില ആൾ പറയും, ഇപ്പൊ നമ്മളിങ്ങനെ ഇരുമ്പോൾ ഒരാൾ വന്നിട്ട് അവിടെ നിന്ന് ചുമക്കുകയോ അല്ലെങ്കിൽ ഒന്ന് തുമ്മുകയോ ചെയ്ത് കഴിഞ്ഞാൽ, അയ്യോ ഈ കക്ഷി ഇവിടെ വന്നിട്ടാണ് ചെയ്യാൻ നോക്കിയത്, ഇതൊക്കെ എന്റെ ശരീരത്തിൽ കയറത്തില്ല. നിങ്ങളുടെ ശരീരത്തിൽ കയറാതെ ഒരു കവചം ഉണ്ടാക്കി വെക്കണം പോഷകം കഴിച്ചുകൊണ്ട്. ഈ ഇത്രയും യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര ആൾക്കാരെ മൂക്കുന്ന രക്ഷപ്പെടും. ബസ്സിലൊക്കെ ഇരിക്കുമോ അല്ലെങ്കിൽ വേറെ കൂട്ടായ്മയോടെല്ലാം പോകണമെങ്കിൽ ചീ ചൂ എന്നൊക്കെ കേട്ടാൽ എന്തായാലും കിട്ടും നമുക്കത്. പക്ഷെ നമ്മൾ ആ കവചം സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ തുമ്പിക്കോട്ടെ, നമുക്കൊന്നും സംഭവിക്കാൻ പോകില്ല. റൈറ്റ്? ഓക്കെ, സോ ഇതിന്റെ അകത്തുള്ളത് ചോക്ലേറ്റിന്റെ അകത്തുള്ളത് കൊക്കോ പൗഡർ അല്ലെ, രണ്ടല്ലേ ഞാൻ പറഞ്ഞത്, ഒന്ന് ചോക്ലേറ്റ് ആസ് വെൽ ആസ് മാംഗോ. അപ്പോൾ ചോക്ലേറ്റ് ഉള്ളതിൽ ചേർത്തെന്നാണ് കൊക്കോ പൗഡർ. ഈ കൊക്കോ പൗഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫുൾ ഓഫ് ആന്റി ഓക്സിഡൻസ്. അതുകൊണ്ട് ആന്റി ഓക്സിഡന്റ് ആയതുകൊണ്ട് കോശങ്ങളും ശരീരം നല്ല ആരോഗ്യത്തോടുണ്ടാവും. അത് മാത്രമല്ല FSSAI, അതായത് ഇന്ത്യൻ ഫുഡ് റെഗുലേറ്ററി ബോഡിയാണ്, ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അവർ അപ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ കൊക്കോ പൗഡർ എന്ന് പറഞ്ഞത് കുട്ടികൾക്കും കൊടുക്കാമെന്ന്. അതുകൊണ്ട് ധൈര്യത്തോടെ കൊടുക്കാം, ആബ്സല്യൂട്ട്ലി സേഫ്. ഇനി ബീറ്റ കെരറ്റിൻ, ഈ അൽഫോൺസ മാംഗോ, അത് ന്യൂട്രിചാർജ് കിഡ്സ് മാംഗോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൽഫോൺസ മാംഗോ പൗഡറാണ്. ബീറ്റ കെരറ്റിൻ നല്ലോണം കുത്തി നിറച്ച ഒരു മാങ്ങയാണ് അൽഫോൺസ മാംഗോ, അത് നല്ല വിലപിടിച്ച മാങ്ങയാണത്. അപ്പോൾ അത് കുട്ടികൾ കഴിക്കുമ്പോൾ കണ്ണിന് നല്ല ആരോഗ്യം ഉണ്ടാവും, കണ്ണിന്റെ ദൃഷ്ടി നല്ല പവർഫുൾ ആയി മാറും, ഓർമ്മശക്തി നല്ലോണം ഉണ്ടാവും, ഇമ്മ്യൂണിറ്റി നല്ലോണം ഉണ്ടാവും. എന്തോ വേണ്ട, ഇതൊക്കെയല്ലേ എല്ലാവരും ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതൊക്കെ. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, നമുക്കും വേണ്ടതായ ഇതൊക്കെ. എത്രയോ ആൾക്കാർ എന്തെല്ലോ മറന്നു പോകാറുണ്ട്, അതൊക്കെ നമ്മളിപ്പം കഴിച്ചു തുടങ്ങിയാൽ മതിയല്ലോ. ഓക്കെ, മീൻസ് ദ ഗ്രോയിങ് നീഡ് ഓഫ് ചിൽഡ്രൻസ് ബോഡി. ഒരു വളർന്നു വരുന്ന കുട്ടിയുടെ ശരീരത്തിന് എന്തൊക്കെ ആവശ്യമുണ്ടോ ആവശ്യകത മുഴുവനും പൂർത്തീകരിക്കുന്നതാണ് ന്യൂട്രിചാർജ് കിഡ്സ്. 2 നേരം കലക്കി കൊടുത്താൽ 100% വെജിറ്റേറിയൻ, പിന്നെ സേഫ് ടു യൂസ്. അത് ക്ലിനിക്കലി പ്രൂവ് ചെയ്യപ്പെട്ടതാ, സേഫ് ടു യൂസ്. ഇന്നേ തീയതി വരെ ന്യൂട്രിചാർജ് കിഡ്സ് കഴിച്ചിട്ട് ആർക്കെങ്കിലും ഭീകരമായ സൈഡ് എഫക്ട് വന്നു, സാർ അതായിപ്പോയി ഇതായിപ്പോയി എന്റെ കുട്ടി അങ്ങനെ, ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇങ്ങനെയായ കുട്ടികളൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്, അതെല്ലാവർക്കും അറിയുന്ന കാര്യം. പിന്നെ വി നോ ദാറ്റ് 2 ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇതിന്റെ കൂടെ ഒരു അനിയനും കൂടി ഉണ്ട്, അതിന്റെ കൂടെ അങ്ങ് പറയാന്ന് വിചാരിച്ചു. ന്യൂട്രിചാർജ് DHA ട്വിസ്റ്റ്. ഓക്കെ, ഇതും കൂടി ഈ പ്രായത്തിൽ കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴാ കൊടുക്കുക? അപ്പൊ ഇതെങ്ങനെയാ കൊടുക്കേണ്ടത്? ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, കാരണം ഇത് ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമിലെ പറയത്തുള്ളൂ. ന്യൂട്രിചാർജ് കിഡ്സ് സാധാരണഗതിയിൽ ഇങ്ങനെയാ പറയുക, നോക്കൂ, 2 മുതൽ 13 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കാമെന്ന്. ഓക്കെ, അതങ്ങ് മാറ്റാം. എന്താ ചെയ്യുക? നമുക്കിത് 6 മാസം മുതലുള്ള കുട്ടികൾക്ക് കൊടുക്കുക. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്നറിയോ? ഈ കൊച്ചു കുട്ടികൾക്ക് മാർക്കറ്റിലുള്ള ഒരു പൊടി കൊടുക്കുന്ന കാണണം, അയ്യോ മാരകമാണ്.
അപ്പോൾ ആ പൊടിയേക്കാളൊക്കെ എത്രയോ നല്ല പൊടിയില്ലേ നമ്മൾ. പിന്നെ നമ്മൾ ഈ 2 വയസ്സ് വരെ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ട്. 2 വയസ്സ് വരെ കാത്തിരുന്ന ആ കുട്ടിക്ക് ന്യൂട്രിചാർജ് കിഡ്സ് കൊടുക്കുന്ന പ്രായമ്പോഴേക്കും മറ്റേ പൊടികൾ കഴിച്ചാൽ ആ കുട്ടിക്ക് ഒന്നും പറ്റാത്ത അവസ്ഥയായിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ആദ്യം കൊടുത്തേക്കുക. അപ്പോൾ 6 മാസം മുതൽ ശ്രദ്ധിച്ച് കേട്ടോളൂ, എഴുതിക്കോളൂ കേട്ടോ. ഞാൻ റിപ്പീറ്റ് ചെയ്യും സ്ലോലി. 6 മാസം, അത് ന്യൂട്രിചാർജ് കിഡ്സിനെ പറ്റി ഇപ്പോൾ പറയുന്നത്. 6 മാസം മുതൽ 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, ഒരു മിനിറ്റ്, ആ കിഡ്സിന്റെ കണ്ടോ, ഇത് കണ്ടോ, ഇവിടെ ഒരു സ്പൂൺ കണ്ടോ നിങ്ങൾ, ഇതിന്റെ അകത്തുള്ളതാ. ഓക്കെ, അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ്, ബാക്കി എല്ലാവർക്കും അറിയുന്ന കാര്യം. ഇങ്ങനത്തെ ഒരു ചെറിയ സ്പൂൺ ഇതിന്റെ അകത്തുണ്ട്. ഈ സ്പൂണിന്റെ കാൽഭാഗം വെച്ചിട്ട് 2 നേരം ഈ 6 മാസം മുതൽ 1 വയസ്സുള്ള കുട്ടികൾക്ക് കൊടുക്കുക. ഓക്കെ, 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആ സ്പൂണിന്റെ പകുതി വെച്ചിട്ട് 2 നേരം കൊടുക്കുക. 2 വയസ്സിന്റെ മുകളിൽ ഏതൊരു പ്രായത്തിലുള്ള ആൾക്കാരാണെങ്കിലും ഒരു ആ സ്പൂൺ ഫുൾ വെച്ചിട്ട് 2 നേരം കൊടുക്കാം. ചില ആൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് 3 നേരം കൊടുക്കുന്നതിന് വലിയ പ്രശ്നമൊന്നും വരത്തില്ല. അതങ്ങനെയാണത്. ഓക്കെ, ഇതാണ് ന്യൂട്രിചാർജ് കിഡ്സ് കൊടുക്കുന്നത്. അപ്പൊ ന്യൂട്രിചാർജ് DHA ടെസ്റ്റ് ഇതിന്റെ കൂടെ തന്നെ കൊടുക്കണം. കാരണം ഇത് ന്യൂട്രിചാർജ് DHAയില് അല്ല ന്യൂട്രിചാർജ് കിഡ്സിൽ DHA ഉണ്ട്. പക്ഷെ അതിന്റെ കൂടെ ന്യൂട്രിചാർജ് DHA ട്വിസ്റ്റും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഡബിൾ ധമാൽ ആക്ഷൻ ആയിരിക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ കൊടുക്കണം. ഇതും കണ്ടോ, ആ ബോക്സിന്റെ മുകളിൽ എഴുതി കണ്ടോ, FSSAI അപ്രൂവ്ഡ്. അതുകൊണ്ട് ചെറിയ കുട്ടികൾക്ക് ഇത് കൊടുക്കാമെന്ന് ക്ലിനിക്കലി പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇത് കൊടുത്താൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത്? ആ ക്യാപ്സൂൾ ഇങ്ങനെ ഉണ്ടാകുക. ആ ഡബ്ബ തുറന്നാൽ ഇങ്ങനത്തെ ക്യാപ്സൂളെ കണ്ടൊരു മീനിനെ പോലെ ഉണ്ടാവും. 2 കൈ കൊണ്ട് പിടിക്കുക, ഒന്നങ്ങ് തിരിക്കുക, ട്വിസ്റ്റ്. അതന്നെ പേരിനതാണ് DHA ട്വിസ്റ്റ്. അങ്ങ് തിരിച്ചു കഴിഞ്ഞാൽ അതങ്ങ് പൊട്ടും. ആ ചെറുഭാഗം കളഞ്ഞേക്കുക. ആ തടിച്ച ഭാഗമില്ലേ, അതിലാണല്ലോ DHAയുടെ ഓയിൽ ഉള്ളത്. അത് നിങ്ങൾ ന്യൂട്രിചാർജ് കിഡ്സിൽ അങ്ങനെ പിഴിയുക. ഓക്കെ, നല്ലോണം മിക്സ് ചെയ്യുക. 6 മാസം മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഡെയിലി 1 ക്യാപ്സൂൾ കൊടുക്കണം. ന്യൂട്രിചാർജ് DHA ട്വിസ്റ്റ് ഡെയിലി 1 ക്യാപ്സൂൾ 6 months to 2 years. 2 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ന്യൂട്രിചാർജ് DHA ട്വിസ്റ്റ് ന്യൂട്രിചാർജ് കിഡ്സിന്റെ കൂടെ, ന്യൂട്രിചാർജ് കിഡ്സ് നമ്മൾ ഒരു ഫുൾ ടീസ്പൂൺ അല്ല ഫുൾ സ്പൂൺ അല്ല കളിക്കുക, അതായത് 2 ക്യാപ്സ്യൂൾ ന്യൂട്രിചാർജ് DHA ട്വിസ്റ്റ്. ഓക്കെ, 6 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, ചില ഇതിൽ 12, 13 ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഞാൻ പറയാം 10 എന്നാണ്, നിങ്ങൾ 10 കേട്ടാൽ. അപ്പോൾ 6 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ന്യൂട്രിചാർജ് DHA ട്വിസ്റ്റ് 3 എണ്ണം. ഓക്കെ, 10 വയസ്സിന്റെ മുകളിലുള്ള കുട്ടികൾക്ക് ന്യൂട്രിചാർജ് കിഡ്സ് കൊടുക്കുന്ന പോലെ തന്നെ കൊടുക്കുക. ന്യൂട്രിചാർജ് DHA 200 ഡെയിലി 1 വെച്ചാൽ കൊടുത്തേക്ക്. പെർഫെക്റ്റ് ആയിരിക്കും. അപാര ബുദ്ധിയായിരിക്കും, നല്ല പഠിത്തമായിരിക്കും, എന്ത് നിങ്ങൾ ആഗ്രഹിക്കേണ്ട എല്ലാ കുട്ടി തന്നെയായിരിക്കും. ഓക്കെ, സോ ന്യൂട്രിചാർജ് DHA ട്വിസ്റ്റ് പ്ലസ് ന്യൂട്രിചാർജ് കിഡ്സ് 2 കോമ്പിനേഷൻ, ഒന്ന് ഫിസിക്കൽ ഡെവലപ്മെന്റിന്, ഒന്ന് മെന്റൽ ഡെവലപ്മെന്റിന്, ശാരീരികവും മാനസിക വളർച്ചയ്ക്ക് ഈ ഒരു സിനർജി കോമ്പിനേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് കുട്ടികൾക്ക് ന്യൂട്രിചാർജ് കിഡ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ന്യൂട്രിചാർജ് DHA ട്വിസ്റ്റ് കൊടുക്കുക. ചുമ്മാതെ വെറും ന്യൂട്രിചാർജ് DHA ട്വിസ്റ്റ് മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് ന്യൂട്രിചാർജ് കിഡ്സും അതിൽ ചേർക്കുക. മാർക്കറ്റിൽ കണ്ട ഈ സംഭവങ്ങളൊക്കെ അങ്ങ് മറന്നു പോവുക. കാരണം ഇതൊന്നും ഒന്നുമല്ല. നിങ്ങളൊന്ന് നോക്കിയേ, പ്രോട്ടീൻ കണ്ടന്റ് 23 ഗ്രാം ഉണ്ട് ന്യൂട്രിചാർജ് കിഡ്സിൽ. 48 പോഷക തത്വങ്ങൾ. നിങ്ങൾ 49 പറയാൻ മടിക്കുന്നുണ്ടെങ്കിൽ 10 ബൊട്ടാനിക്കൽസ്. അപ്പുറത്തുള്ള ബോൺ വിറ്റ 23 പോഷക തത്വങ്ങൾ. അതിന്റെ അളവെത്തിരിയാന്ന് നമുക്ക് യാതൊരു ഗ്യാരണ്ടി ഇല്ല കേട്ടോ. RD പറഞ്ഞതുപോലെയാണോ അല്ലെങ്കിൽ എന്താണെന്ന് അറിയില്ല. അതെല്ലാം കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സാധനം. പ്രോട്ടീൻ കണ്ടന്റ് നോക്കി 7 ഗ്രാം. ഒരു സ്ഥലത്ത് എവിടെയായിരിക്കുന്ന 23 ഗ്രാം, ഒന്ന് 7 ഗ്രാം. ബോട്ടണിക്കൽസ് ഒരു ഒറ്റയൊന്നുമില്ല. പിന്നെ അപ്പുറത്ത് ഹോർലിക്സ്. അവനിപ്പോ നമ്മളോട് ഇങ്ങനെ കടപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ഹോർലിക്സ് ഇറക്കിയിട്ടുണ്ട്. അമ്മ ഹോർലിക്സ്, അച്ഛൻ ഹോർലിക്സ്, മരുമകൻ ഹോർലിക്സ്, പിന്നെ എന്തെന്നാ അങ്ങനെ പലതും ഉണ്ട്. ഓക്കെ, അങ്ങനെ ആ ജൂനിയർ ഹോർലിക്സ്, സീനിയർ ഹോർലിക്സ്, എന്തെല്ലാം ഉണ്ട്. ഈ ഹോർലിക്സിൽ പ്രോട്ടീൻ കണ്ടന്റ് 11 ഗ്രാം, ബാക്കി ഒന്നുമില്ല, കുറേ പഞ്ചസാരയാണ് ഉള്ളത്. അതുകൊണ്ട് എന്താ സംഭവിക്കാന്നറിയോ? ആ ന്യൂട്രിചാർജ് കിഡ്സ് ഒഴികെ ബാക്കി ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്ന എല്ലാ പൊടികളും കുട്ടികളുടെ കയ്യിൽ ഒരു തവണ നിങ്ങൾ കൊടുത്താൽ ആ കുട്ടി ഒരു പ്രാവശ്യം ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറുകൈ വീണ്ടും കാണിക്കും. അത് ടേസ്റ്റിനുള്ളതാണ്. ന്യൂട്രിചാർജ് കിഡ്സ് ആരോഗ്യത്തിനുള്ളതാണ്. അതുകൊണ്ട് ഒരു പ്രാവശ്യം കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം അത് മേടിക്കുന്നത് വളരെ ശ്രദ്ധിച്ചിട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ പീഡിയാഷ്യൂർ, ഇങ്ങനെ എല്ലാ സ്ഥലത്തും ബോർഡൊക്കെ കാണാം. മെഡിക്കൽ ഷോപ്പിന്റെ ഒക്കെ ബോർഡ് അവർ സ്പോൺസർ ചെയ്തിട്ടുണ്ട് പീഡിയാഷ്യൂർകാർ. പണ്ട് മെഡിക്കൽ കമ്പനിയിൽ ഞാൻ ട്രെയിനറായി നിന്ന സമയത്ത് പഠിപ്പിച്ച കമ്പനീന്റെ പ്രോഡക്റ്റ് ആണ് അത്, ആബറ്റ് എന്ന് പറഞ്ഞാൽ. അതിപ്പോൾ പിന്നീട് ഇപ്പോഴാണ് വന്നത്, ഞാനുള്ള സമയത്ത് ഇല്ലത്. അപ്പൊ 37 പോഷകങ്ങളാൽ നിർമ്മിതമാണ്. അതിലെ 14 ഗ്രാം പ്രോട്ടീനാണ്. ബോട്ടണിക്കൽസ് ഒന്നുമില്ല.
തമ്മിൽ ഭേദം എന്ന് മാത്രമേ പറയാൻ. പക്ഷേ എല്ലാത്തിനേക്കാൾ ഉപരി, അഥവാ നിങ്ങൾ കുട്ടിയെ സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, കുട്ടിയോട് നല്ല സ്നേഹമുണ്ട്, അങ്ങനെ വേണം പറയാം, കുട്ടിയോട് നല്ല സ്നേഹമുണ്ടോ, എന്നാ പിന്നെ ന്യൂട്രിചാർജ് കിഡ്സ് താ ശരണം. അതർവൈസ് നത്തിങ് വിൽ ഹെൽപ്പ്. ഗോഡ് ബ്ലെസ് യു. എല്ലാവർക്കും ആരോഗ്യം കിട്ടട്ടെ, എല്ലാവരുടെയും കുട്ടികൾ നല്ല കിളകളകളാന്നാവട്ടെ. അതിനെല്ലാം വേണമെങ്കിൽ ന്യൂട്രിചാർജ് കിഡ്സ് തന്നെ വേണം. താങ്ക് യു വെരി മച്ച്.